ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ്. എന്നെ കേൾക്കാവോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരാമോ? കേൾക്കാൻ പറ്റുമോ എന്നുള്ളതിന്? കേൾക്കാം സർ. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോ ഇന്നലെ നമ്മള് ഏകദേശം 180ഓളം പേരുണ്ടായിരുന്നു. ഇന്നിപ്പോ നിലവിൽ 44 പേര് ഞാൻ ഉൾപ്പെടെ ഉണ്ട്. കൂടി വരുന്നുണ്ട്. എനിവേസ്, ഇന്നലത്തെ ക്ലാസ്സിൽ ഒത്തിരി പേര് നല്ല ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു. നമ്മൾ ഇന്നലെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ടെൻഷനിൽ നിന്നാണ് ഇന്നലെ ആദ്യം തുടങ്ങുന്നത്. പേടിയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്ന വലിയ ഘടകം എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇന്നത്തെ സെഷനും നാളത്തെ സെഷനും കൂടുതൽ ക്രിയേറ്റീവ് ആകട്ടെ, കുറച്ചുകൂടി മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള, പോകുന്നതെന്നല്ല, ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ചോദിച്ചോളന്നില്ല, ചിലപ്പോ ഇതൊക്കെ ചോദിച്ചെന്നും വരാം. പക്ഷെ ഒരു കോമൺ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ എന്റെ ഒരു പരിചയത്തിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോക്ക് ഇന്റർവ്യൂ നടത്തണം എന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. പക്ഷെ അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നാളെ. അതല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഗ്രൂപ്പുകളായി തിരിച്ച് ഒരു മോക്ക് ഇന്റർവ്യൂ സെഷനോട് കൂടിയിട്ട് ആണ് സാധാരണ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന്റെ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കാറുള്ളത്. എന്തായാലും ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, പത്രം വായിക്കുന്ന ഒരു ശീലമില്ലാത്തവർ സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പോ കുറച്ചുകൂടി ഓഡിബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എവിടെയെങ്കിലും ഓഡിയോ കട്ടാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് മെസ്സേജ് ഇടണം. മെസ്സേജായിട്ട് ഞാൻ മെസ്സേജുകളെല്ലാം ഇടയ്ക്ക് നോക്കി പോകുന്നുണ്ട്. അപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, പത്രം വായിക്കുന്ന ശീലമില്ലാത്തവർ ജസ്റ്റ് ഒന്ന്, നിങ്ങൾ ജോബ് സീക്കേഴ്സ് ആയതുകൊണ്ട് പത്രം വായന വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞായിരുന്നു. സത്യസന്ധമായി ഇന്നലെ നിങ്ങൾ ഉത്തരം പറഞ്ഞ പോലെ ഇന്ന് എത്ര പേർ ആ ഒരു ശീലം തുടങ്ങാനുള്ള ഒരു ചെറിയ ശ്രമമെങ്കിലും നടത്തി, അല്ലെങ്കിൽ രാവിലെ ഇന്നത്തെ പത്രം എടുത്ത് ഒന്ന് മറിച്ച് നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു കമന്റോട് എന്തെങ്കിലും ചെയ്യാമോ? ആസിഫ് അലി കൊള്ളാം. പിന്നെ അജ്മൽ പറഞ്ഞിട്ടുണ്ട്, മൂസിന പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ആരെങ്കിലും ശ്രീലേഖ, മേഘ, വിനീത്, കാർത്തിക, കുറെ പേര് മെസ്സേജും, അഫ്സാന. ഓക്കെ, ഞാൻ ഇനി പേരുകൾ ഇങ്ങനെ ഒരുപാട് വായിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ സൈഡിൽ, ഞാൻ കാണുന്ന പോലെ നിങ്ങളും കാണുന്നുണ്ട്. എന്തായാലും ഒത്തിരി താങ്ക് യു ആ ഒരു കാര്യത്തില്. കാരണം ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രം ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണ് വായിക്കുന്നത്. ഉച്ചയ്ക്ക് എനിക്ക് ഓഫീസിൽ ഇന്റർവ്യൂള്ള സമയത്ത് ലൈബ്രറി പോകുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അസെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്. ടൈംസ് അസെന്റ് എന്ന് പറഞ്ഞിട്ട് ASCENT എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടാഗ്ലൈൻ കൊടുത്തിരിക്കുന്നത് കാറ്റാപുൾട്ട് യുവർ കരിയർ എന്നാണ്. കാറ്റാപുൾട്ട് യുവർ കരിയർ എന്ന് പറഞ്ഞാൽ, കാറ്റാപുൾട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാലി എന്നാണ്. നമ്മൾ ഈ പക്ഷിയൊക്കെ പണ്ട് ഉന്നം വെച്ച് കല്ല് വലിച്ചു വിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കരിയർ കാറ്റാപുൾട്ട് ചെയ്യട്ടെ എന്നൊരു ആശംസയോടെയാണ് ടൈംസ് അസെന്റ് വരിക. അപ്പൊ ഇന്നത്തെ ടൈംസ് അസെന്റില് ഈ HR ആയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ ഹോസ്പിറ്റൽ ഫീൽഡുമായി ബന്ധപ്പെട്ട അധികവും നഴ്സുമാരും ഡോക്ടർമാരുമാണ്. മെഡിക്കൽ ടെക്നോളജി, മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷനുമായി ബന്ധപ്പെട്ട ഒത്തിരി ജോബ് വേക്കൻസിയുടെ ഓപ്പണിംഗ് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ടൈംസ് അസെന്റ് എന്ന് പറയുന്നത് അതെല്ലാം ബുധനാഴ്ചയാണ് വരുന്നത്. മിക്കവാറും പത്രങ്ങൾ ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആയിട്ടാണ് ഇതില് ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ കോളങ്ങൾ കൈകാര്യം ചെയ്യാറ്. അപ്പൊ ഞാൻ കണ്ടപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനെ പറ്റി ഓർക്കുകയും, നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ടൈംസ് ഓഫ് ഇന്ത്യ പത്രം സ്ഥിരമായി നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല, അതിനൊരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഒരുപാട് ആമുഖമില്ലാതെ നമ്മൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെയാണോ ഒരു ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷനിലേക്കാണോ നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഓർഗനൈസേഷനെ കുറിച്ച് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി, ഒരു റിസർച്ച് നടത്തുക എന്നുള്ളതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ പോകാൻ പോകുന്ന, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓഫീസിന്റെ, ഒരു ഹോസ്പിറ്റലിന്റെ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു 100-150 എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥാപനത്തിന്റെ ഒരു അവസ്ഥയായിരിക്കില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വർക്ക് പാറ്റേണോ കൾച്ചറോ ആയിരിക്കില്ല നിങ്ങളൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പോയി ജോലി ചെയ്യുമ്പോൾ. അതിനൊരു ഉദാഹരണം ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പറയാന്നുള്ളത്, ഞാൻ എന്റെ ഡിഗ്രി ചെയ്യുന്നത് എന്റെ നാട്ടിൽ തന്നെയാണ്. എന്റെ താലൂക്കിലുള്ള കോതമംഗലം മാർത്തലേഴ്സ് കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്യുന്നത്. ഈ ഡിഗ്രി ചെയ്തിട്ട് ഇത് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം എന്ന രീതിയിൽ ഞാനത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. കാരണം നമ്മൾ പൊതുവെ ഇപ്പൊ ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള 65 അല്ലെങ്കിൽ 64 പേരിൽ മിക്കവരും തന്നെ
ഒരു ആവറേജ് ഫാമിലിയിൽ നിന്ന് വന്ന് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലൊക്കെ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ ഒരു ആവറേജ് സ്കൂളിൽ പഠിച്ച, അധികവും കുട്ടികൾ പഠിച്ചിരിക്കുന്ന സർക്കാർ സ്കൂളുകളിലായിരിക്കും, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന, മറ്റു സ്കൂളിൽ പഠിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പഠിച്ചിറങ്ങി വരുന്ന ആളുകളായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും ഒരു ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സോ ഒക്കെ ചെയ്തിട്ട് ജോലിക്ക് ശ്രമിക്കുക. ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല കേട്ടോ, അല്ലാത്ത ആളുകൾ ഈ കൂട്ടത്തിലില്ല എന്നുള്ളതല്ല, പക്ഷെ ഒരു കോമൺ മജോറിറ്റി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നു, സാധാരണ സ്കൂളുകളിൽ പഠിച്ചു. ഇതിനുശേഷമാണ് എനിക്ക് PGക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഞാൻ എന്റെ കഥ തന്നെ പറയാൻ കാരണം, ഇതില് എനിക്ക് ആരുടെ ഓഡിയോ ഓണാണ്, ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തു. ഡോണ ബിജുവിന്റെ ഓഡിയോ. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ എന്റെ നാട്ടിൽ തന്നെ പഠിക്കുന്നു, എന്റെ താലൂക്കിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷമാണ് എനിക്ക് PGക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അഥവാ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ ഈ PGക്ക് അഡ്മിഷൻ കിട്ടിയ സമയത്ത് എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു വ്യാപ്തി എനിക്കറിയില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മൾ ഫസ്റ്റ് ആണ്, നമ്മുടെ ചെറിയൊരു കോളേജിൽ നമ്മൾ ഫസ്റ്റ് ആണ്. ഇത് നമ്മൾ ചെന്ന് മുട്ടുന്നത് ആരോടാണെന്നറിയാവോ? ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതി വരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദില് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് 30 സീറ്റുകളാണുള്ളത്. ഈ 30 സീറ്റും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള കുട്ടികൾ എഴുതുന്ന എൻട്രൻസ് ആണ്. അതിൽ നിന്ന് 30 പേർക്കാണ് അവിടെ പഠിക്കാൻ പറ്റുക. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ രാജാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചെറിയ ചുറ്റുപാട് നമ്മൾ ഭയങ്കര മിടുക്കന്മാരായിരുന്നു. നമ്മൾ ചെന്ന് കയറുന്നത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ പുലിമടയിലേക്കാണ്. കാരണം നമ്മളെക്കാൾ മികച്ച ടാലന്റ് ഉള്ള, നമ്മളെക്കാൾ കുറച്ചുകൂടി ലോകപരിചയമുള്ള, അത് മുംബൈയിലും ഡൽഹിയിലും ഒക്കെ പഠിച്ച, കൽക്കട്ട പോലുള്ള വലിയ നഗരങ്ങളിൽ പഠിച്ചു വരുന്ന കുട്ടികളെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ ചെന്ന് കയറുന്ന സ്ഥാപനത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു വളരെ ജെന്യുവൻ ആയിട്ടൊരു എക്സാമ്പിൾ. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു, ഡിസംബർ 1-ാം തീയതി ഹൈദരാബാദിലുള്ള ഒരു വലിയ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലിക്ക് ചേർന്നിട്ടുണ്ട്. അവള് ഞാൻ ജോലി ചെയ്യുന്ന ക്യാമ്പസിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട്, അതായത് അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പെർമനന്റ് ടീച്ചർ അല്ല, ഗസ്റ്റ് കോൺട്രാക്ട് ഫാക്കൽറ്റി ആയിട്ട് ജോലി ചെയ്യായിരുന്നു. വളരെ നിസ്സാര ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ 2 ഇരട്ടി ശമ്പളത്തിനാണ് അവളിപ്പോ ഹൈദരാബാദ് ജോലിക്ക് പോയിരിക്കുന്നത്. അപ്പൊ അവൾ ചെന്നിട്ട് ഇന്നുകൂടി ഒരു മണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയാണ്, എടാ, നമ്മൾ നിന്നൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ആകെ സിമിലർ ആയി തോന്നിയത് ഒരേ ഒരു കാര്യം, അവിടെ നിന്ന് നോക്കിയാൽ ഇപ്പൊ ആകാശത്ത് ചന്ദ്രനെ കാണാം, ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് ആകാശത്ത് ചന്ദ്രനെ കാണാം, അതൊഴിച്ച് ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെന്ന് കയറുന്ന ഒരു സ്ഥാപനം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇന്റർവ്യൂവിന് മുമ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ, ആ ഇന്റർവ്യൂ എന്ത് കാര്യമാണ് നിങ്ങളിൽ നിന്ന് എയിം ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി വെക്കാൻ നമ്മളെ സഹായിക്കും. ചിലപ്പോൾ നമ്മുടെ കാരണവന്മാർ പറയാറുണ്ട്, നിന്നെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ കൂടൂല മോനെ. അത് നെഗറ്റീവായിട്ട് പറയല്ല, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യങ്ങളായി തന്നെ നമ്മൾ കരുതണം. നമ്മുടെ ഒരു കാലിബർ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ശേഷം വേണം നമ്മൾ ചില ഇന്റർവ്യൂവിന് പോകാനായിട്ട്. ഞാനും ഈ MAക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഹൈദരാബാദിലുള്ള പല ഇന്റർനാഷണൽ സ്കൂളുകളിലെയും ടീച്ചിങ് ഫാക്കൽറ്റിയുടെ ഇതിന്റെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്കൂളിലെ ഇന്റർവ്യൂ അതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് നമ്മുടെ ഒരു സാധാരണ ഒരു സ്കൂളിൽ കാണുന്ന ഒരു ഇംഗ്ലീഷ് ടീച്ചിങ് ഫാക്കൽറ്റിയുടെ ക്വാളിഫിക്കേഷൻ പോരാ അവർക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇംഗ്ലീഷോ നമ്മുടെ വായനയോ പോരാ എന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, റിസർച്ച് ദ ഓർഗനൈസേഷൻസ് യു ആർ ഗോയിങ് ടു ജോയിൻ. അതിനെ പറ്റിയിട്ടുള്ള ഒരു തറോ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഇപ്പൊ നിങ്ങൾ സ്മാർട്ട്സ്ട്രീം എന്ന് പറയുന്ന നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ ഫീസ് മുടക്കി ഇങ്ങനെ ചേരുകയാണ്, അപ്പോൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചാൽ എന്താണ് ഗുണങ്ങൾ, അല്ലെങ്കിൽ അവർ നമുക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് തരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജയദേവ് സാറുമായിട്ട് സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞത്, ഞങ്ങൾക്ക് വേറെ പരസ്യമൊന്നുമില്ല സാർ, ഞങ്ങൾ ആകെ ചെയ്യുന്നത് ബൈ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയാണ്. ഇവിടെ പഠിച്ച കുട്ടികൾ മറ്റു കുട്ടികളോട് പറഞ്ഞ് അവര് മറ്റാളുകളോട് പറഞ്ഞാണ് വരുന്നത് എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സ്ഥാപനം ബിൽഡ് ചെയ്യുക എന്നുള്ളത്, സ്മാർട്ട്സ്ട്രീയെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകകൂടി ചെയ്യുകയാണ്. അതൊരു വലിയ കാര്യമാണ്. നമ്മളെ വിശ്വസിച്ച ഒരാൾ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ സമീപിക്കുന്നു എന്നുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിൽ നടത്തിയ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പോലെ എല്ലാ സ്ഥാപനങ്ങളും, കാരണം എന്താ പറയുക, പലപ്പോഴും റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ ജോബ് ഇന്റർവ്യൂവിന്റെ പേരിൽ നടക്കാറുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് ജോബ് ഫെയറിന്റെ കാര്യം പറഞ്ഞു. ഈ ജോബ് ഫെയറിൽ നടക്കുന്ന ഒരു വലിയ തട്ടിപ്പുണ്ടെന്നറിയോ? നമ്മൾ നോക്കുമ്പോൾ അതിന് ഫീസായി ഈടാക്കുന്നത് 200 250 രൂപയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുക 250 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് പോയേക്കാന്ന് വിചാരിക്കും. ഈ 250 രൂപ 1-2 പേരല്ല കൊടുക്കുന്നത്. 1000 പേരോ 10000 പേരോ 15000 പേരോ 20000 പേരോ വരുമ്പോൾ 20,000 × 250 എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയാണ് അതിന്റെ ഓർഗനൈസേഴ്സിന് കിട്ടുന്നത്.
ആ കാശ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്റർവ്യൂ പലപ്പോഴും നടത്താറുണ്ട്. പലതും ഫേക്കുമായിരിക്കും. പണ്ടൊക്കെ നമ്മുടെ ഗഫൂർ ഖാ ദോസ് എന്ന് പറയുന്ന പോലെ, നാടോടിക്കാറ്റി പറയുന്ന പോലെ വിസ തട്ടിപ്പ് മാത്രമേ നമ്മുടെ നാട്ടിൽ അത്ര വലിയ മെഗാ സ്കെയിലിൽ നടന്നുകൊണ്ടിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് ജോബ് ഇന്റർവ്യൂസിന്റെ പേരിലാണ്. ഇന്റർവ്യൂവിനെന്നും പറഞ്ഞ് ഒത്തിരി ആയിരക്കണക്കിന് രൂപ ആളുകൾ നടത്തുന്നത്. അത് പലരും ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന, സ്വർണം പണയം വെച്ചും വീടിന്റെ ആധാരം പണയം വെച്ച് കാശുണ്ടാക്കി പോകുന്ന ഒത്തിരി സാധാരണ മനുഷ്യരുണ്ട്. അവരുടെ ഭാവിയെയാണ്, അവരുടെ സ്വപ്നങ്ങളെ വിറ്റാണ് ഇത്തരം മാഫിയകൾ കളിക്കുന്നത്. അതുകൊണ്ട് തറോ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിങ്ങൾ ഏത് ഓർഗനൈസേഷന്റെ ഇന്റർവ്യൂവിന് പോയാലും നിങ്ങൾ ചെയ്യണമെന്ന് ഇന്നത്തെ ക്ലാസ്സിന്റെ ആദ്യത്തെ കാര്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് യു ആർ ഗോയിങ് ടു പെർഫോം. ഏതൊരു സ്ഥാപനത്തിലായാലും, ഇപ്പോ അത് ഞാൻ ഇതിൽ ജെൻഡർ പറയാണെന്ന് വിചാരിക്കരുത്. ഇപ്പൊ ചില ജോലികൾ ഞാൻ വീണ്ടും പറഞ്ഞൊരു വിവാദമാക്കാൻ വേണ്ടി പറയല്ല, നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാനാവാത്ത ഒരു ജോലിയും ഈ നാട്ടിലില്ല. പക്ഷെ ചില ജെൻഡർ ഓറിയന്റഡ് ആയിട്ടുള്ള ചില കായികക്ഷമത വേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓവർ ടൈം നിന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ ഫാമിലി ഉള്ള ആളുകളാണെങ്കിൽ ഫാമിലി ടൈം കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചേരാൻ പോകുന്ന ഇന്റർവ്യൂവിൽ പലപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് മാരീഡ് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 10 to 5 എന്ന് പറയുന്ന ഒരു ഷെഡ്യൂളിൽ ആയിരിക്കില്ല നിങ്ങളുടെ വർക്ക് എന്ന് അവർ ചിലപ്പോൾ ആദ്യമേ പറയും. അതായത് നിങ്ങൾക്ക് രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫീസിൽ വന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് നിങ്ങൾ തിരിച്ചു പോയി വൈകുന്നേരത്തെ ചായ വീട്ടിൽ നിന്ന് കുടിക്കാമെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിങ്ങളോട് വർക്ക് ചെയ്യാൻ വരണ്ട, ആ ഒരു സംവിധാനം പറ്റില്ല എന്ന് പറയും. പ്രത്യേകിച്ചും ഫീഡിങ് മദേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ പേരൻസിന് സുഖമില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ പ്രസൻസ് ആവശ്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവര് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ആ റോൾ തന്നെയാണ്, റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതിന് പകരം വന്ന് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ആ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ അത് ഇന്റർവ്യൂവിൽ തുറന്നു പറയണം. കാരണം എന്താണെന്നറിയോ, പല സ്ഥാപനങ്ങളിലും നമ്മൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് നമ്മളെ തന്നെ ഏറ്റവും മനോഹരമായ വേർഷൻ പ്രസന്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ സഹിച്ചിട്ട് ഇവർ തരുന്ന കുറെ ബോണ്ടിൽ നമ്മളങ്ങ് ഒപ്പിട്ട് കൊടുക്കും. ഒരു 3-4 മാസം കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി ടൈം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിൽക്കേണ്ട സമയം ഇതൊക്കെ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതെന്തായാലും ഇത് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കട്ടെ. ലക്ഷങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ അവർക്ക് ഇനാമായി അല്ലെങ്കിൽ അവർക്ക് അതിന്റെ കോമ്പൻസേഷനായി നൽകേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ റോൾസ് എന്താണ്, അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ മാനസികാരോഗ്യം വെച്ചിട്ട് നിങ്ങളുടെ ശാരീരിക ആരോഗ്യം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ഇന്റർവ്യൂസിലും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അത്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇന്നതൊക്കെയാണ്, ഇതിനോട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചാടി കയറി എഗ്രി പറയാതെ, നിങ്ങൾ നോ പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല, ചിലപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നോ പറഞ്ഞതു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ജോലി കിട്ടിയില്ല എന്ന് കരുതി നമുക്ക് ഇതിനേക്കാളും പ്രധാനം നമ്മുടെ മനസ്സമാധാനമാണ്. അതുകൊണ്ട് എന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചി ഒരു ദിവസം ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന്, 2023 സംഭവം, ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് അവര് ലീവാണെന്ന് പറഞ്ഞിട്ട് പോവാണ്. വൈകുന്നേരം ചെറായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരു കോൾ വരികയാണ് പോലീസിന്റെ. ആ സ്ത്രീ കടലിൽ വീണ് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു, അവരുടെ ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. എന്നോട് പലരും ചോദിച്ചു, താൻ ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനല്ലേ, തനിക്ക് ആ സ്ത്രീയോട് സംസാരിക്കാൻ പാടില്ല എന്ന് എന്നോട് പലരും ചോദിച്ചു. എന്നെ പലരും കുറ്റപ്പെടുത്തി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ വീട്ടില്, ഞങ്ങളുടെ ഓഫീസിലെ പ്രശ്നങ്ങളല്ലാതെ, ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുമല്ല, ഇവരുടെ വീട്ടിൽ ഇവരും ഇവരുടെ മദർ ഇൻ ലോയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഇവർക്ക് വർക്കിൽ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതായി, ഇവർക്ക് ആ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമേ ഇല്ലാതായപ്പോൾ ഇവർ പോയി ഒരൊറ്റ തോന്നലിൽ ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പല സ്ഥാപനങ്ങളിലും വർക്ക് പ്രശ്നങ്ങൾ. ഇപ്പൊ കേരള പോലീസിന്റെ കാര്യം നോക്കൂ. കേരള പോലീസിൽ ഇവര് BSc ടെസ്റ്റ് എഴുതി കായികക്ഷമത പരീക്ഷ പാസ്സായി പല റൗണ്ട് ഓഫ് സ്ക്രീനിങ് കഴിഞ്ഞു വരുന്ന മിടുക്കരായിട്ടുള്ള ആളുകളാണ്, ഉദ്യോഗാർത്ഥികളാണ്, വെൽ ബിൽറ്റ് ബോഡിയുള്ള ആളുകളാണ് പോലീസിലും ഫയർഫോഴ്സിലൊക്കെ വരുന്നത്. എത്രയോ പോലീസുകാരാണ് ഈ കോവിഡിന് ശേഷത്തെ കണക്കെടുത്താൽ തന്നെ പോലീസ് സേനയിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേക പാക്കേജ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. പല സ്ട്രെസ് റിലീഫ് ക്ലാസ്സുകളിലും പറയുന്ന ഒരു കാര്യമാണത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആത്മഹത്യ നിരക്ക് കൂടി വരുന്നു. കാരണം പോലീസുകാർ വർക്ക് ചെയ്യുന്നത് അവർക്ക് ശരിക്കും പറയാം 24 മണിക്കൂറും ഡ്യൂട്ടിയാണ്. നിങ്ങൾക്കറിയാം, ഒരു ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരു പോലീസുകാരന്റെ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന അത്തരം ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരോട് ഇങ്ങനെ ഭയങ്കര ബഹുമാനമാണ്. കാരണം
ഈ നട്ടുച്ച നേരത്തൊക്കെ 1 മണി 2 മണി സമയത്ത് വേനൽക്കാലത്തൊക്കെ ട്രാഫിക് ഐലൻഡിൽ നിന്നുകൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കുന്ന ജോലി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കാരണം, ട്രാഫിക് മാനേജ്മെന്റ് ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ വെയിൽ കൊള്ളാനും ആ പുക ശ്വസിക്കാനും അയാളുടെ ആരോഗ്യം സമ്മതിക്കുമെങ്കിൽ മാത്രമേ പോകാവൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ജോലി ആയിരിക്കും വേണ്ടത്, നിങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ റെസ്പോൺസിബിലിറ്റി എന്താണ്, ആ റോൾ എന്താണെന്ന് ഇന്റർവ്യൂവിൽ കൃത്യമായി ചോദിക്കുമ്പോൾ നിങ്ങളുടെ മറുപടി കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനേക്കാൾ നല്ലൊരു കരിയർ അടുത്ത ആഴ്ചത്തെ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾ യു ഹാവ് സെറ്റിൽ ഫോർ ലെസ്, അതിനേക്കാളും ലെസ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലായിരിക്കും നിങ്ങൾ പോയി സെറ്റിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് പല ഇന്റർവ്യൂ ട്രെയിനേഴ്സും ഇത് തുറന്ന് പറയാറില്ല. കാരണം ഞാൻ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരരുത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. പലരുടെയും അവസ്ഥ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച ആളുകളായതുകൊണ്ട് ഹോസ്പിറ്റലിലെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും പോയി വാട്സാപ്പ് നോക്കിയിരിക്കാൻ അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കാൻ സമയം ഉണ്ടായിരുന്നു വരില്ല. എന്റെ ഒരു കൂട്ടുകാരൻ ഒരു സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിക്കാൻ കാരണം അവന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ മാനേജ്മെന്റ് കൃത്യമായി പറഞ്ഞതിന്റെ പേരിലാണ് അവന് പിന്നെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഇല്ലാത്തതുകൊണ്ട് അവൻ പിറ്റേന്ന് തന്നെ റിസൈൻ ചെയ്ത് പോകുന്നു. ചില സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഓഫീസ് ഡെസ്കിൽ മാനേജറുടെ HRM-ന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഫ്രണ്ട് ഓഫീസിലുള്ള ആളുടെ അവിടെ മൊബൈൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കൗണ്ടർ ഉണ്ടാവും. ആ മൊബൈൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ജോലി ചെയ്യാൻ. 8 മണിക്കൂർ ജോലിയാണെങ്കിൽ 8 മണിക്കൂർ ചെയ്തിട്ട് പല ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും ആഭരണ കടകളിലും ഒക്കെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം, അവിടെ കൗണ്ടറിൽ ഒരു കൂട്ടം ഫോണുകൾ വെച്ചിരിക്കുന്നത് അത് അവിടുത്തെ എംപ്ലോയീസിന്റെ ആണ്. അവർക്ക് ഇന്റർവ്യൂ സമയത്തോ ചായ കുടിക്കുന്ന സമയത്തോ അവർക്ക് ആ ഫോൺ നോക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് അവർ പറയുമ്പോൾ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ മറികടന്നുകൊണ്ട് നിങ്ങൾ ഫേക്ക് ചെയ്ത് ഒരിക്കലും ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നിൽക്കരുത് എന്നുള്ളതാണ്. വേറൊരു കാര്യം, ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സിനെ പറ്റി നമുക്ക് നല്ല ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഒരിക്കലും തമാശയായിട്ട് എടുക്കരുത്. കാരണം നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് ഇപ്പൊ 2024 പഠിച്ചിറങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 2-3 വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ ആളുകൾ ഉണ്ടാവും. നമ്മളെ വിസ്മയിപ്പിക്കുന്ന വേഗത്തിലാണ് നമ്മുടെ ചുറ്റുമുള്ള ഓരോ നിമിഷവും കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാം, വിജ്ഞാന വിസ്ഫോടനം എന്ന് വിളിച്ചാൽ പോരാ, അതുപോലെയാണ് ബിഗ് ബാങ് തിയറിയേക്കാൾ വലിയ രീതിയിലാണ് ഇവിടെ ഇന്റർനെറ്റിലെ ഓരോ നിമിഷവും നമ്മുടെ നോളജിന്റെ ഒരു സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചിറങ്ങിയ ആള് പോലും ഇന്ന് ഔട്ട്ഡേറ്റഡ് ആവുന്ന അവസ്ഥയാണ്. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കിക്കോ, ഏത് ഇന്റർവ്യൂ ബോർഡിൽ ചെന്നാലും എത്ര ചെറിയ സ്ഥാപനമായാലും വലിയ സ്ഥാപനമായാലും അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിനെ പറ്റിയിട്ട് ഒരു ചോദ്യം അവർ എന്തായാലും ചോദിച്ചിരിക്കും, പ്രത്യേകിച്ച് എയുടെ കാലത്ത്. കാരണം ഇപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റ് ചെയ്യാത്ത ഒരു മേഖലയില്ല. നമ്മള് അവിടെ ചെന്ന് ഇന്നലെ പറഞ്ഞ പോലെ കോൺഫിഡൻസോട് കൂടി ടെൻഷനൊന്നും ഇല്ലാതെ ചെന്നു കയറുമ്പോൾ തന്നെ നമ്മൾ അവരെ എല്ലാവരും നോക്കി ഗ്രീറ്റ് ചെയ്തു, ഗുഡ് മോർണിംഗ് പറഞ്ഞു, ചിരിച്ചു, നല്ല പോസ്റ്ററിൽ നടുനിവർത്തി ഇരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇരിപ്പൂന്ന് മാത്രം കാര്യമില്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡുകളെ പറ്റി, പ്രത്യേകിച്ച് നിങ്ങൾ HRM അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ ഓരോ നിമിഷവും ഹോസ്പിറ്റലിലൊക്കെ എത്രയോ പുതിയ പുതിയ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിലും ഹോസ്പിറ്റലിന്റെ അപ്കീപ്പിങ്ങിലും ഒക്കെ വരുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അതിന് വേറെ ഒരു സോഴ്സും ഇല്ല, ഒരു പുസ്തകത്തിലേക്കും പോകേണ്ട. കയ്യിലുള്ള ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റോ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിനെ പറ്റിയിട്ടുള്ള ഒരു അവഗാഹം നിങ്ങൾ, അതായത് ഫുൾ അത് അക്നോളജ് ചെയ്യാൻ നമുക്ക് ആരെയും കൊണ്ടും പറ്റില്ല, ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കും അത് ഉണ്ടാവുന്ന പറ്റില്ല. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇൻഡസ്ട്രിക്ക് വേണ്ട ആളുകളെയാണ് ഓരോ ഇന്റർവ്യൂവിൽ നിന്നും കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുന്നത്. അതായത് ആരെങ്കിലും എടുത്തിട്ട് കാര്യമില്ല, അവരുടെ ഇൻഡസ്ട്രി, ഇപ്പോ മൈനിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഗോൾഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനെ എങ്ങനെ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഒരു കമ്പനി എങ്ങനെ എഫിഷ്യന്റ് ആക്കി മാറ്റാം എന്നുള്ളതിനെ സ്മാർട്ടായി ചിന്തിക്കുന്ന ആളുകളെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് എയുടെ കാലമാണ് അത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെ ഒരു കൗതുകത്തോടെ, ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന സ്വഭാവമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ? അപ്പോ ഞാൻ പറയുന്നത് സാധാരണ ഒരു ആശുപത്രി മാത്രമല്ല, അല്ലാതെ ഇപ്പോഴത്തെ ആസ്റ്റർ മെഡിസിറ്റിയിലോ, ഞാൻ ഈ ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറയുന്ന ആശുപത്രി തുടങ്ങിയിട്ട് കുറെ കാലമായെങ്കിലും ഞാൻ 2 വർഷം മുമ്പാണ് അവിടെ പോകുന്നത്. ഭയങ്കര എന്റെ ഒരു കുടുംബക്കാരുടെ അല്ലെങ്കിൽ എന്റെ ഒരു സാമ്പത്തികം ഒന്നും വെച്ച് അവിടെ പോയി ഒരുപാട് ദിവസം ചികിത്സിക്കാനുള്ള സാമ്പത്തികം നമുക്കില്ല. പക്ഷെ എന്റെ ഒരു അമ്മാവന്
അദ്ദേഹത്തിന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ആ ആശുപത്രിയിലാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ രാമസ്വാമി എന്ന് പറഞ്ഞ ഡോക്ടറാണ് അത് ഐഡന്റിഫൈ ചെയ്ത് തന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്റെ അമ്മാവിന് നെഫ്രോളജിയിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു 4-5 ദിവസം എനിക്ക് അവിടെ പോകേണ്ടി വന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ഇവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും ഇവരുടെ ബാക്കിയുള്ള സംവിധാനങ്ങൾ എന്തിനാ അവർ പഞ്ച് ചെയ്യുന്ന രീതി പോലും ജസ്റ്റ് പറയുന്നുണ്ട് ഒബ്സർവേഷൻ എവരിതിങ്. ആ ഒരു കീനെസിനെ പറ്റി ഞാനിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിനെ പറ്റി പഠിക്കുന്നത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കമന്റ് കിട്ടിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര പ്രൊഫഷണൽ ആയിട്ടാണ്, അതായത് നമ്മൾ എക്സ്ട്രാ പ്രൊഫഷണൽ എന്ന് പറയേണ്ടി വരും. പ്രൊഫഷണൽ എന്നുമല്ല, എക്സ്ട്രാ പ്രൊഫഷണൽ എന്നുള്ളതാണ്. അതിപ്പോ നിങ്ങൾ ലിസി ആശുപത്രി ചെല്ലുമ്പോൾ, മെഡിക്കൽ ട്രസ്റ്റിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കാണാത്ത ഒരു പ്രൊഫഷണലിസത്തിന്റെ എലമെന്റ് നിങ്ങൾക്ക് ഈ ലേക്ക് ഷോർ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആശ്രമ സിറ്റി പോലുള്ള ഏറ്റവും പുതിയ കോർപ്പറേറ്റ് ആശുപത്രി ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ഞാൻ പറയുന്നത് നമ്മളവിടെ പോയി ചികിത്സിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി അവിടെ പോയാലും തെറ്റില്ല എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ഒരു ആശുപത്രി വണ്ടർഫുള്ളി മാനേജ് ചെയ്യുക? ഒരു റിസോർട്ടിൽ കയറി ഫീലാണ് ആശുപത്രി കയറി കഴിഞ്ഞാൽ. അതിന്റെ പിന്നിലുള്ള സാമ്പത്തികത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. ഹോസ്പിറ്റൽ ഗാർഡൻ വരെ ശ്രദ്ധിക്കും, വളരെ നന്നായിട്ടുണ്ട്. കാരണം ആശ്രമ സിറ്റിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഗാർഡൻ ഏതാണ്ട് ഗൾഫിൽ നിന്നുള്ള, ദുബായിൽ നിന്നുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു തീമിലേക്കാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആശുപത്രിയാണോ, ഒരു സിനിമാ തിയേറ്റർ ആണോ, ഷോപ്പിംഗ് മാൾ ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണമാണ് പുതിയ ആശുപത്രികൾ ഇവര് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് മോട്ടിവേഷൻ കിട്ടിയ ഒരു കമന്റ് ആണ് നിങ്ങൾ 2-3 പേരിട്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എങ്ങനെയാണ്, ഈവൻ ആശുപത്രിക്ക് കൊടുക്കുന്ന ലൈറ്റിംഗ് പോലും. പണ്ടത്തെ ആശുപത്രികൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ഡെറ്റോളിന്റെ, ആസ്പിരിന്റെ, ഫിനോയിലിന്റെ ഒക്കെ ഒരു മണം നമ്മളെ വെൽക്കം ചെയ്യുമെങ്കിൽ, പുതിയ ആശുപത്രിയിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ PVR സിനിമയ്ക്ക് പോയ ഫീൽഡിലാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇത് കോർപ്പറേറ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പൈസയ്ക്ക് വിലയില്ല എന്നൊന്നും പറയുന്നത് ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്കൊക്കെ അതിന്റെ, ഞാൻ ഒരിക്കൽ കൂടി ഞാനത് പറഞ്ഞു വെക്കുകയാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ റീസൺ. ഇതിൽ വേറൊരു കാര്യം ചോദിച്ചാൽ, നിങ്ങൾ വിദേശത്ത് പോയി ഈ കോഴ്സ് കഴിഞ്ഞിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര് കൂട്ടത്തിലുണ്ട്? ജസ്റ്റ് ഒന്ന് അറിയാനാണ്, ജസ്റ്റ് ഒരു ഹംസപ്പ് ഇട്ടാൽ മതി. വിദേശത്ത് പോയി കഴിഞ്ഞാൽ ജോലി കുറച്ചുകൂടി ബെറ്റർ ആവും ചിന്തിക്കുന്ന ശരി ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് അതെ, റൈറ്റ് സൈഡിൽ ചാറ്റിലും വരുന്നുണ്ട് ഒത്തിരി പേര്. അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകൾ റീച്ച് ചെയ്യുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, അത് ഞാൻ വരുന്ന അടുത്ത ഇതിലേക്കായിട്ട് ഞാൻ പറയാം. മറ്റൊരു കാര്യം, നിങ്ങൾ ഇന്റർവ്യൂവിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ റെലവന്റ് ആയിട്ടുള്ള സ്കില്ലുകളെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നറിയോ? ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ഇന്റർവ്യൂ ബോർഡിനെ നമ്മുടെ സ്കില്ലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊരു ടെക്നിക്കാണ്. അത് പലരും പറഞ്ഞു തരാത്തൊരു ടെക്നിക്കാണ്. നമ്മുടെ റെസ്യൂമെയിൽ അല്ലെങ്കിൽ CV-യിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കരിക്കുലം വിറ്റയുടെ സ്പെല്ലിംഗ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ഇവിടെ തെറ്റായി ടൈപ്പ് ചെയ്ത കൂട്ടുകാരൊക്കെ കരിക്കുലം വിറ്റയുടെ സ്പെല്ലിംഗ് നോക്കിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഈ CV-യിൽ നമ്മൾ എഴുതിക്കൊണ്ട് പോകുന്ന നോക്കി, താങ്ക് യു, കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തിലേക്ക് നമ്മൾ ഇന്റർവ്യൂ കൂടി, കാരണം എന്താണെന്നറിയോ, ഇപ്പൊ പാട്ട് പാടാൻ കഴിവുള്ള ഒരാൾ, നമ്മുടെ HRM-ഉം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ വിട്ടേക്കാം, പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്ന് ഇരിക്കുക, അയാൾ അതിലാണ് ബെസ്റ്റ്. ഏത് വേദി ചെന്നാലും അയാൾക്ക് അറിയാവുന്നത് പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനോ ആണ്. അയാളോട് നമ്മൾ അവിടെ നിന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ മോണാക്ട് ചെയ്യാനോ പറഞ്ഞാൽ അയാൾ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ആ പാട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഡാൻസിലേക്ക് ഇന്റർവ്യൂ കൂടി ഇരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ചില ടെക്നിക്കുകൾ നമുക്ക് നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവരാം. ഇതെല്ലാം ഒന്നും നമ്മൾ 100% അവരും കൂടി ചോദിക്കുമെന്ന് പ്രതീക്ഷയൊന്നും ഇരിക്കേണ്ട. ഇന്റർവ്യൂ ബോർഡ് പല നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ ലീഡ് ചെയ്യുക എന്ന് പറയും. നമ്മൾ ഫോട്ടോഗ്രാഫിയിലൊക്കെ നമ്മൾ പറയും ലീഡിങ് ലൈൻസ് എന്ന്. ഒരു ഫോട്ടോയുടെ ഉള്ളിലേക്ക് നമ്മൾ ആകർഷിക്കുന്ന ഘടകങ്ങളുണ്ട്, അതിനെയാണ് ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നത്. ആ ലീഡിങ് ലൈൻസ് ആണ് നമ്മുടെ കണ്ണിനെ, നമ്മുടെ ബ്രെയിനിന്റെ പ്രോസസിങ് പവറിനെ, ആ ലൈൻസിലൂടെയാണ് നമ്മൾ ആ ഡെപ്തിലേക്ക് ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ കൊണ്ടുപോകുന്നത്. മെഡിക്കൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് ടെക്നിക്ക് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനും അറിയാം. എന്ന് പറഞ്ഞ പോലെ ഇന്റർവ്യൂവിൽ കുറച്ച് ലീഡിങ് ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലീഡിങ് ത്രെഡ്സ് ഉണ്ട്. ആ ത്രെഡ്സ് നമ്മൾ തന്നെ അവർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അത് നമുക്ക് എവിടെയെങ്കിലും ഒരു ത്രെഡ് കിട്ടിയാൽ ആ ത്രെഡിലൂടെ പിടിച്ച് സാർ ഐ ആം ഗുഡ് അറ്റ് ദിസ് തിങ് എന്നുള്ളത് അവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു പാഠവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ കുറച്ച് അവഗാഹമുള്ള ആളുകൾക്ക് അത് ഈസി ആയി കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അവര് പറയുന്ന ഇന്റർവ്യൂ ബോർഡിൽ ഏതെങ്കിലും ഇരിക്കുന്ന 4-5 പേർ ഒരാൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ ഇൻട്രസ്റ്റ് നമ്മളിലേക്ക് ഇത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. കാരണം
പിന്നുള്ള 3-4 മിനിറ്റ് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഏരിയയെ പറ്റിയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ അവർ ഇംപ്രസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഇന്റർവ്യൂവിന് മുന്നിൽ ഒരു കാൻഡിഡേറ്റ് കൊള്ളാം, ഇവൻ മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ്, ഞങ്ങൾക്ക് ഇവനെ അല്ലെങ്കിൽ ഇവളെ ഹയർ ചെയ്താൽ കൊള്ളാം എന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങൾ ചോദ്യം വെച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ റെലവെന്റ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന നമ്മുടെ സ്കില്ലുകളിലേക്ക് ഇന്റർവ്യൂ ബോർഡിന്റെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോയിട്ട് നിരാശരായി വന്ന ആളുകളോട് പ്രത്യേകം പറയാണ്, അടുത്ത ലെവലിലേക്ക് ചെല്ലുമ്പോൾ ഇനി അവരെ അങ്ങനെ ഒരു സാധനം ചോദിച്ചില്ലെങ്കിൽ പോലും അവരെ കൊണ്ട് അത് ചോദിപ്പിക്കാനുള്ള ഒരു തന്ത്രം. അതൊക്കെ കൃത്യമായിട്ട് ഏത് സിറ്റുവേഷൻ നമുക്ക് ഇനാക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഏതെങ്കിലും ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്കില്ലുകളിലേക്ക് അവരെ വലിച്ചെടുപ്പിക്കുന്ന ഒരു സമീപനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ നിങ്ങളെ ക്രാക്ക് ചെയ്തു എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. വേറൊരു കാര്യം പറയാനുള്ളത്, അതും കുറച്ച് ഇത് ഒരു എന്താ പറയുന്നത്, ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് അതൊരു ശരിയാണോ തെറ്റാണോ എന്ന് തോന്നുന്ന കാര്യമാണ്. ഒരു കൾച്ചറൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എല്ലാ ജോലികളും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പോ നമ്മളിപ്പോ അറേബ്യൻ കൺട്രീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ കൾച്ചർ കുറെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ആ നാടിന്റെ സംസ്കാരം അതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജർമ്മനിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ജപ്പാനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ദ്വീപ് രാഷ്ട്രങ്ങളൊക്കെ ഉണ്ട്, അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കൾച്ചറൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാവും. ആ കൾച്ചറൽ കോഡ് ഓഫ് കോണ്ടക്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ട് പോയാൽ മതി. ഇപ്പൊ മാൾട്ടയിലേക്കൊക്കെ ഒത്തിരി പേര് നഴ്സുമാരൊക്കെ പോകുന്നുണ്ട്. പലർക്കും അവിടെ ചെല്ലുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. അത് ആ നാടിന്റെ കൾച്ചർ അങ്ങനെയാണ്. അപ്പൊ ആ കൾച്ചറുമായി ബന്ധപ്പെട്ട് ഇപ്പോ തായ്ലൻഡ് പറയുന്ന ഒരു നാട്ടിൽ നിങ്ങൾക്ക് ആ തായ്ലൻഡില് ഒത്തിരി സ്പാകളും മസാജ് പാർലറുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ മസാജ് പാർലറോ അല്ലെങ്കിൽ ഒരു വലിയ സ്പാ ചെയിനിലേക്കൊക്കെ നിങ്ങൾ ഒരു HRM ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു വലിയ പ്രമുഖമായ ഒരു ലക്ഷറി ഹോട്ടലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾ ഷിക്കാഗോയിൽ പോവുകയാണെങ്കിൽ, ലാസ് വെഗാസിൽ പോവുകയാണെങ്കിലൊക്കെ അവിടെ ഒരുപാട് ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ ചൂതാട്ട കേന്ദ്രം ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംബന്ധിച്ച് ചൂതാട്ടം എന്ന് പറഞ്ഞാൽ അത് പീനലൈസ് ചെയ്യുന്ന ഒരു കുറ്റമാണ്. പണം വെച്ച് ചീട്ട് കളിക്കുക അല്ലെങ്കിൽ പണം വെച്ച് ബെറ്റ് നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ലീഗലൈസ് ചെയ്തിട്ടില്ല. അത് ലീഗലി നിങ്ങൾക്ക് പെനാൽറ്റി കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അപ്പൊ അവിടെ ഉള്ള ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത് മെക്സിക്കോയിലായാലും, മെക്സിക്കോ ഇപ്പൊ പല ചേരി നിന്ന് നാട്ടിൽ പോയാൽ നടക്കേണ്ടെന്ന് വരണല്ല, അത് തന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞു വന്നത്. ജസ്റ്റ് ഇടയ്ക്ക് നല്ല കമ്പനികൾ നൽകുന്നുണ്ട്, താങ്ക് യു. അപ്പൊ അത് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ കൈകാലിട്ട് എടുത്തിട്ട് കാര്യമില്ല. ഈ ചൂതാട്ടം എന്റെ മതവിശ്വാസത്തിന് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന് അല്ലെങ്കിൽ എന്റെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റിക്ക് ചൂതാട്ടം എന്ന് പറയുന്ന സാധനം തെറ്റാണ്. അല്ലെങ്കിൽ മദ്യപാനം എന്ന് പറയുന്നത് എന്റെ നാട്ടില് എന്നെ മദ്യപിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡാപ്റ്റബിലിറ്റി കറക്റ്റ് വാക്കാണത്. നമ്മളായിരിക്കുന്ന ഒരു സിറ്റുവേഷനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇത് ഇന്റർവ്യൂ ടെക്നിക്ക് മാത്രമല്ല, ഇതൊരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഞാൻ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്. നമുക്ക് അഡാപ്റ്റബിലിറ്റി കോഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് IQ ഉള്ളതുപോലെ, ഇന്റലിജന്റ് കോഷൻ ഉള്ളതുപോലെ, ഇമോഷൻസിന് ഇമോഷണൽ കോഷൻ ഉള്ളതുപോലെ AQ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അഡാപ്റ്റബിലിറ്റി കോഷന്റ്. നിങ്ങൾ എന്തായാലും നല്ല മിടുക്കരായിട്ടുള്ള ആളുകളാണോ, നിങ്ങൾ നല്ല അറ്റൻറ്റീവ് ആയിട്ടുള്ള ഇതാണ്. ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങളെ കറക്റ്റ് പൊരുത്തപ്പെടുക, അതൊരു നല്ല വാക്കാണ്, പൊരുത്തപ്പെടാനായിട്ട്. നിങ്ങൾ ഇങ്ങനെ വേണം ഒരു ഇന്ററാക്റ്റീവ്. പലപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകൾ പരാജയപ്പെടുന്ന ഒരു കാരണം ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻ വരാത്തതാണ്. താങ്ക് യു. അപ്പോ ഇങ്ങനെ അതുമായി പൊരുത്തപ്പെടാൻ, അതുമായി അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയുമായിട്ട് വേണം പോകാൻ. കാരണം ഈ നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന സാലറി ആയിരിക്കും ഷിക്കാഗോയിലോ ലാസ് വെഗാസിലോ ഒക്കെ ഉള്ള ഒരു ചൂതാട്ട കേന്ദ്രത്തിന്റെ മാനേജറായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു വലിയ സ്പായുടെ മാനേജറായിട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ കാണുന്ന കാഴ്ചകൾ, സുജിത്ത് ഭക്തൻ എന്ന് പറഞ്ഞിട്ട് ടെക്ട്രാവലിറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്ലോഗർ ഉണ്ട് യൂട്യൂബിൽ, നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ ഫേമസ് ആണ് അദ്ദേഹം. കോവിഡിന്റെ സമയത്താണ് പുള്ളി എത്രയേറെ കത്തിക്കയറിയത്. അന്ന് ഇത്രയും ചാനലില്ലാത്തൊരു സമയമാണ്. സുജിത്ത് ഭക്തന്റെ ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞ സീരീസിൽ, അല്ല സുജിത്ത് ഭക്തൻ എന്ന് പറയുന്ന പുള്ളിയുടെ വേറൊരു ചാനലിൽ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ജപ്പാനിൽ ചെന്നാൽ അവിടെ കുളിക്കുന്നതിനെ പറ്റി, അതായത് പബ്ലിക്കായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുന്ന കുറെ കുളി സ്പേസുകൾ അവിടെയുണ്ട്. അപ്പൊ അതൊക്കെ ജപ്പാനീസ് ടൂറിസത്തിന് ഒരുപാട് എന്താ പറയുക റവന്യൂ ഏൺ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചെന്നിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ കുളിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു കൾച്ചറൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ കൾച്ചറൽ ഫിറ്റ്നസ് ഇതും പല ഇന്റർവ്യൂവിൽ ആരും പറയാത്തൊരു കാര്യമാണ്. അത് ചിലർക്ക് നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉളവാക്കുന്നില്ല. അപ്പൊ കൾച്ചറലി ഫിറ്റ് ആയിരിക്കുന്ന സാധനങ്ങളിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ
ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങനത്തെ വേക്കൻസീസിന് പുറകെ പോകേണ്ട കാര്യമില്ല. ഇന്റർവ്യൂസിലും അതേ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അന്നേരം നിങ്ങൾ എന്താ പറയുന്നത്, അതിനെ നിങ്ങൾ ഒരുപാട് അതിനെ ബുദ്ധിമുട്ടി അതിനെ ടാക്കിൾ ചെയ്ത് ഞാൻ അങ്ങനെയൊക്കെയാണ് എന്ന് കാട്ടി തീർക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ആ മത്സരം ആക്സെപ്റ്റ് ചെയ്ത് പോവുക, ഇല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇന്നലെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു, ചിരിക്കണം എന്ന് പറഞ്ഞു. അടുത്ത ഒരു കാര്യം ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയത് നമ്മുടെ അപ്പിയറൻസ് പ്രൊഫഷണൽ ആക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞു ഗൂഗിളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബർമുഡ ഇട്ടുകൊണ്ടോ 3x4 ഇട്ടുകൊണ്ടോ ഇട്ടുകൊണ്ടോ ഒക്കെ ഇന്റർവ്യൂവിന് പോകുന്ന ഞാൻ പറഞ്ഞു. അത് ഗൂഗിൾ നൽകുന്ന സ്വാതന്ത്ര്യമാണ്. കാരണം ഗൂഗിളിന് വേണ്ടത് തലച്ചോറിനെ മാത്രമാണ്. നിങ്ങൾ തുണി കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലയോ എന്നുള്ളത് ഗൂഗിളിനെ സംബന്ധിച്ച വിഷയമല്ല. നിങ്ങളുടെ തലച്ചോറ് മാത്രമേ ഗൂഗിളിന് ആവശ്യമുള്ളൂ. അതിനെ എങ്ങനെ പിരിഞ്ഞ് ലാഭം ഉണ്ടാക്കാമെന്നാണ് ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന ഗൂഗിളിന്റെ പേരന്റ് സാധനം നോക്കുന്നത്. അല്ലെങ്കിൽ വാട്സാപ്പ് നോക്കുന്നത്, ഫേസ്ബുക്ക് നോക്കും. പക്ഷേ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മേഖലയിൽ അല്ലെങ്കിൽ ഒരു HR-ന്റെ മേഖലയിൽ, HR-മാരൊക്കെ ഉള്ള വലിയ വലിയ ബിസിനസ് ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയറിയാം, അവിടെ നിങ്ങളുടെ അപ്പിയറൻസിന് ഭയങ്കര പ്രസക്തി ഉണ്ട്. അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, വെളുത്തതോ കറുത്തതോ അങ്ങനെയുള്ള അപ്പിയറൻസ് എന്നല്ല പറയുന്നത്. നിങ്ങളുടെ ശരീരം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എയർ ഹോസ്റ്റസ്മാരുടെ കാര്യം നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് എയർ ഹോസ്റ്റസ്മാർ അത്ര പ്രൊഫഷണലി എപ്പോഴും ബ്യൂട്ടിഫുൾ ആയി? ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്താണ് നെടുമ്പാശ്ശേരി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ എറണാകുളത്തിലൊക്കെ പോകുന്ന വഴിക്ക് ആ എയർപോർട്ടിന് മുന്നിലൂടെയാണ് പോകുന്നത്. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരാൾ പോലും പ്രൊഫഷണലി ഡ്രസ് ചെയ്യാത്ത ഒരാളെ നമുക്ക് കാണാൻ പറ്റും. ഇവർ ഊബർ കാത്ത് നിൽക്കുന്നവരുണ്ടാവും, ടാക്സി കാത്ത് നിൽക്കുന്നവരുണ്ടാവും. അവരെ പിക്ക് ചെയ്യാൻ ബസ് വരുന്ന ഒരു സമയമാണ് വൈകിട്ട് 5 മണി 6 മണി എന്ന് പറഞ്ഞാൽ അവിടെ ആ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈച്ച് ആൻഡ് എവരി വൺ എന്ന് പറയുന്നത് പക്ക വെൽ ഡ്രസ്ഡ് ആയിരിക്കും. ഒരു 3 മാസം മുമ്പ് എയർപോർട്ടിന്റെ HR മാനേജറുമായിട്ട്, അവിടെ 3-4 മാനേജർമാരുണ്ട്, അതില് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെ മാനേജറുമായിട്ട് എന്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്താണ് അദ്ദേഹം. ഞാൻ അവിടെ പോയിരുന്ന പുള്ളിയുമായിട്ട് 2 മണിക്കൂർ സംസാരിച്ചു. അപ്പൊ ഞങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം കോട്ട് ഇട്ടിട്ടില്ല. സിയാലിന്റെ തന്നെ പ്രിന്റ് ഉള്ള, സിയാലിന് എഴുതിയ ഒരു വൈറ്റ് ഷർട്ടാണ്, പിന്നെ ഒരു ഗ്രേ പാൻസ് ആണ് അദ്ദേഹത്തിന്റെ വേഷം. പ്രൊഫഷണലി എല്ലാ എറ്റിക്യൂട്ടും പാലിച്ച് ഇവിടെ കപ്പൊക്കെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ ഇട്ട് നല്ല തിളങ്ങുന്ന ഷൂസ് ഒക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ട് സീനിയർ ആയിട്ടുള്ള ഓഫീസറോടെ കയറി വന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആ കോട്ട് ഇട്ടിട്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. ഞാൻ പറയുന്നത് അതാണ് പ്രൊഫഷണൽ എത്തിക്സ്, പ്രൊഫഷണൽ അപ്പിയറൻസിന്റെ ഒരു. കോട്ട് ഇട്ടാലും ഇല്ലെങ്കിലും അയാളുടെ തൊട്ട് സീനിയർ ഓഫീസറോട് സംസാരിക്കുന്നതിന് ആർക്കും തടസ്സമില്ല. ഇപ്പൊ ഞങ്ങള് 3 പേരാണ് ക്യാബിനുള്ളത്. അദ്ദേഹത്തിന്റെ ക്യാബിൽ ഞാനും എന്റെ സുഹൃത്ത് അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോ ഞാനിത് കൗതുകത്തിന്റെ പുറത്ത് വെച്ച് പറഞ്ഞു, സാർ അത് അങ്ങനെയല്ല, ഞങ്ങളുടെ ഒരു പ്രൊഫഷണൽ കോഡ് ഓഫ് കോണ്ടക്ട് അങ്ങനെയാണ്. അതായത് നമ്മൾ ആ വെൽ ഡ്രസ്ഡ് ഫുൾ യൂണിഫോമിലെ നമ്മൾ എന്ത് കാര്യവും സംസാരിക്കണം. ആ റൂം വിട്ട് അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം കോട്ടിട്ടേ പുറത്തേക്ക് ഇറങ്ങും. കോട്ടിട്ടില്ലെങ്കിൽ അവിടെ ആരും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെ കോട്ടിന്റെ ഉള്ളിലല്ല എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. പക്ഷെ ഒരു പ്രൊഫഷണൽ സ്പേസിൽ നിങ്ങളുടെ അപ്പിയറൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പലപ്പോഴും പല പ്രൊഫഷണൽ ഇതിലും യൂണിഫോമിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് കളർ കോഡുള്ള യൂണിഫോം ഉണ്ടാവും. ആ കളർ കോഡുള്ള യൂണിഫോമിൽ മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റൂ. ഇപ്പൊ ചില ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ 3 തരം യൂണിഫോം ഇട്ട ആളുകൾ ഉണ്ടാവും. ഒരാള് നമ്മുടെ ഓർഡർ എടുക്കുന്ന ആളായിരിക്കും, രണ്ടാം ചെയ്യുന്ന നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളായിരിക്കും, മൂന്നാമത്തെ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു കോഡുണ്ട്. ആ കോഡ് നിങ്ങൾ ജോലിയിടത്തിൽ പാലിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്റർവ്യൂവിന് പോകുമ്പോഴും. ഓൾവേസ് ബിലീവ് ദാറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ മാറ്റേഴ്സ് എ ലോട്ട്. നിങ്ങൾ ആ ഡോറ് തുറന്ന് നമ്മൾ കടന്നു ചെല്ലുന്ന കഥയൊക്കെ നമ്മൾ പറഞ്ഞു, ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ചിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ പോലെ തന്നെ നിങ്ങളുടെ ടിപ്പ് ടോപ്പ് ആയിട്ടുള്ള, ടോപ്പ് ടു ബോട്ടം ആയിട്ടുള്ള ആ ഒരു ലുക്ക് ഉണ്ട്. ആ ഒരു ലുക്കിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അത് ഞാൻ അതാണ് പറഞ്ഞത്, ഏത് സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ട് വേണം പോകാൻ എന്ന് പറയുന്നത്. ഇതൊന്നും ബാധകമല്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊന്നും നിങ്ങൾ ഇതിന്റെ ഇതുപോലത്തെ ടീഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രൊഫഷണലി ആണ് വളരെ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഇന്റർവ്യൂ ഫുൾ ഇംഗ്ലീഷ് ആണ് ചോദിക്കുന്നത്. അത് ഇറ്റ് ഡിപ്പെൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഇന്നലെ പറഞ്ഞു, ഞാനൊരു കരിയർ ഗൈഡൻസ് വിദഗ്ധനല്ല. ഇംഗ്ലീഷിലായിരിക്കും അധികം ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ ആശുപത്രി പോകുന്നതും ആസ്റ്റർ പോലുള്ള അല്ലെങ്കിൽ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എയിംസിലോ ഒക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും കേരളത്തിന് പുറത്ത് എവിടെ പോയാലും ഇംഗ്ലീഷിലായിരിക്കും ഒരു ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം എല്ലാവരെയും കൂട്ടിയിറക്കുന്ന, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യത്തിൽ പറയുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൊഫഷണൽ
അപ്പിയറൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വേണം. അടുത്തതും ഇന്നലെ നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയാണ് പറയാൻ പോകുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ആണോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പിന്നെ പറയാനിരുന്നതാണ്, സാന്ദർഭികമായിട്ട് പറയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഒരു ആഡ് ഓൺ കോഴ്സ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. IELTS PTE OET ഒക്കെ പാസ്സായ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? IELTS ഒക്കെ പാസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഒരു തംസപ്പ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ അതുപോലത്തെ കോഴ്സുകൾ ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിൽ ജോലി കിട്ടുന്നതിന് വളരെ നല്ലതായിരിക്കും. ഓസ്ട്രേലിയയിൽ പോകണമെങ്കിലോ ഇംഗ്ലണ്ടിൽ പോകണമെങ്കിലോ ഒക്കെ. ഇപ്പൊ ചില രാജ്യങ്ങൾ ഇതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് അതെന്താണെന്നറിയാം. അങ്ങനത്തെ കോഴ്സിൽ നമ്മൾ പോയി ചേരുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ നമ്മൾ താനെ ഒഴിവാക്കും. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഫഷണലായി ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ തലയുടെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണിക്കില്ലേ? അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാതെ വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ മാന്യമായിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ, അത് പ്രൊഫഷണലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ അങ്ങനത്തെ സാധനങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അത് 1-2 ദിവസം കൊണ്ടല്ല, ഒരു നിരന്തരമായ ഒരു ട്രെയിനിങ് 3, 4 അല്ലെങ്കിൽ 5, 6 മാസം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ പുറകെ നിങ്ങൾ നടന്നാലേ ആ സ്കില്ല് പിന്നെ നിങ്ങളുടെ പുറകെ നിങ്ങളുടെ കൂട്ടായിട്ട് വരുള്ളൂ എന്ന് ചുരുക്കം. അതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അതിനെ കുറച്ച് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സിനിമകൾ കാണുക. ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത് കാണുമ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങൾ എന്താണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള ആശയം കിട്ടും. അപ്പൊ കഥയും ആശയം കിട്ടി. പിന്നെ നമ്മൾ മൂന്നാമത് അവരെന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ മാത്രം നോക്കിയാൽ മതി. അത് നമുക്ക് പതുക്കെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഒരു രീതിയിൽ നമുക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ നിരന്തരമായി നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവിടെ ആദ്യം കമന്റ് കണ്ടതുകൊണ്ട് ഞാൻ സാധാരണ പറഞ്ഞതേ ഉള്ളൂ. എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യാവോ അത്രമാത്രം. ഒരു ചെറിയ കഥ ഞാൻ പറയാം. പണ്ട് ഈ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയിരുന്ന ആളുകൾ ലക്ഷപ്രഭുക്കളായി തിരിച്ചു വന്നൊരു കാലമുണ്ട്. അതായത് ഇവരൊക്കെ 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത, അല്ലെങ്കിൽ 7ാം ക്ലാസ് തോറ്റ ചേട്ടന്മാരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയിട്ട്, സൗദി അറേബ്യയിലും ദുബായിലൊക്കെ പോയിട്ട്, 90കളിൽ ആദ്യമാണോ, എൻ്റെ ചെറുപ്പകാലത്താണ്, ഇവരൊക്കെ വലിയ കോടീശ്വരന്മാരായി തിരിച്ചു വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ സൗദി അറേബ്യയിലുള്ള അറബികൾക്ക്, അല്ലെങ്കിൽ ദുബായിലോ കുവൈറ്റിലോ ഖത്തറിലോ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഉള്ള പ്രാവീണ്യം വളരെ കുറവായിരുന്നു. അപ്പൊ ഇവിടുന്ന് കുറച്ച് ഇംഗ്ലീഷ് എങ്ങനെയൊക്കെ തട്ടിമുട്ടി പഠിച്ചിട്ട് അവിടെ ചെന്നു. അവിടെ ഈ അറബികളുടെ ഡീലിങ്സ് മുഴുവൻ ഈ മലയാളി ഏറ്റെടുത്തിട്ട് ഇവർ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ച് അറബികൾക്ക് ഇവരോട് ഭയങ്കര ഇംപ്രഷനായി. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടെന്നുള്ള ഒറ്റ ബേസിസിലാണ് പലരും, ഞങ്ങളുടെ നാട്ടിൽ തമാശയ്ക്ക് പറയും, അറബിയുടെ ആധാരവുമായിട്ടാണ് അവൻ തിരിച്ച് നാട്ടിലേക്ക് വന്നത് എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തിൽ ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് മലയാളിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് ഈ വലിയ കട്ടിയുള്ള ഒരുപാട് വാക്കുകളും അക്ഷരങ്ങളും ഉള്ളത് കൊണ്ട് ലോകത്തിലെ ഏത് ഭാഷയും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഈ ദ്രാവിഡിയൻ ലാംഗ്വേജസ് പോലെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഉള്ള ലാംഗ്വേജ് പോലെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ള ലാംഗ്വേജുകൾ ലോകത്ത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ സാധനം മാസ്റ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് ജോബിന് പോകുമ്പോൾ മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും താരമാണ്. ഒരു കാര്യം ആലോചിച്ചാൽ മതി. 100 പേരിക്കുന്ന സദസ്സിൽ ആരെങ്കിലും ഒരാൾ മൈക്ക് എടുത്തിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആളുകൾ 100 പേരുടെയും കണ്ണുകൾ ശ്രദ്ധിക്കുന്ന അയാളെയായിരിക്കും. ഏതൊരു സദസ്സിലും ഏതൊരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിലും സ്റ്റാർ ആവാൻ, ഇന്റർവ്യൂസിന് പോകുമ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലോ, GD നമ്മൾ വരുന്നുണ്ട്. ഈ GDയിൽ അവർ ചെയ്യുന്നത് അതാണ്. അതായത് എല്ലാ ഗ്രൂപ്പിലും 10 പേരുള്ള 10 ഗ്രൂപ്പിന് ഇട്ട് കഴിഞ്ഞാൽ ആ 10 ഗ്രൂപ്പിൽ നിന്നും ഒരു ലീഡർ ഇവോൾവ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനും പലപ്പോഴും ട്രെയിനിങ് ക്ലാസ്സുകൾ ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്നും ചെയ്യണ്ട, 10 ഗ്രൂപ്പാക്കി തിരിക്കുക, 10 പേരെ. ഈ 10 ഗ്രൂപ്പും എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെറുതെ പോയി നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോ നിങ്ങളാണ് എന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവറുടെ സ്ഥാനത്ത് നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരിക്കും അതിന്റെ ലീഡറായി ഇവോൾവ് ചെയ്യുക. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു സാധനം കൊടുത്തിട്ട് നിങ്ങൾ നോക്കിക്കോ, അത് ഫ്രണ്ടിൽ മൈക്കിൽ വന്ന് പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും കൂടി പുഷ് ചെയ്യുന്ന ഒരാളുണ്ടാവും. ബാക്കിയുള്ള 9 പേരും ആ ഗ്രൂപ്പിൽ നീ പോയാൽ മതി എന്ന് പറഞ്ഞ് പുഷ് ചെയ്യുന്ന അവനോ അവളോ ആയിരിക്കും അവിടുത്തെ താരം. എന്ന് പറഞ്ഞാൽ അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബാക്കിയുള്ള 9 പേരേക്കാൾ മിടുക്കനാണ് എന്നുള്ളതാണ്. ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ കോർപ്പറേറ്റ് സെറ്റപ്പിൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കയ്യിലുണ്ടെങ്കിൽ
ഇറ്റ്സ് ഹാഫ് ഡൺ. ബാക്കി ഹാഫ് മാത്രം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിയാൽ മതി. ബാക്കിയുള്ള 50% പറ്റി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആദ്യത്തെ 50% കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ തീരും. മറ്റൊരു കാര്യം കൂടി കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒപ്പം നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ്. പല ഇന്റർവ്യൂസിലും ഇപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അളക്കുന്ന ചില ട്രിക്കി ആയിട്ടുള്ള ചില പരിപാടികൾ പലരും ചെയ്യിക്കുന്നുണ്ട്. അത് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ചുമ്മാ വെറുതെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു രാഷ്ട്രീയക്കാരനെ പോലെ കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടാനുള്ള ഒരു കഴിവല്ല. യഥാർത്ഥമായിട്ട് ഒരു 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 ലീഡറിന് വേണ്ട അത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ തീർച്ചയായിട്ടും ലീഡറിന് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഒരു സിറ്റുവേഷനെ എങ്ങനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പല ഇന്റർവ്യൂസിലും ഇപ്പൊ കറക്റ്റ് ആയിട്ട് അളക്കുന്നുണ്ട്. ഈ MBA ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അറിയാം. അവർക്ക് MBAയുടെ ഒരു പേപ്പറായിട്ട് തന്നെ പലപ്പോഴും ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരു സാധനം അവർ പഠിക്കാറുണ്ട് സിലബസിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതായത് ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള, ഞാൻ വരാം അല്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് ഗ്രാബ് ചെയ്തെടുക്കാനുള്ള ഒരു അല്ലെങ്കിൽ അതിനെ നമ്മളൊന്ന് വെഞ്ചർ ഔട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനൊന്ന് സന്നദ്ധത കാണിക്കാനുള്ള, സന്നദ്ധതയാണ് കറക്റ്റ് വേർഡ്, ആ സന്നദ്ധരായി മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂടി വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്ലസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി കോംബോയാണ്. ഇത് രണ്ടുമുള്ള ആളുകളെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു ഇന്റർവ്യൂ ബോർഡിലും പുറത്താക്കാൻ പറ്റില്ല. ഒരു ജോബ് സിനാരിയോയിലും അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ലീഡർഷിപ്പ് സ്കില്ല് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളോട് ചേർന്ന് പോകുന്ന ഒരു ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ സെപ്പറേറ്റഡ് ആയി കാണേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ അധികവും HRM അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച കുട്ടികളായതെന്ന് പറയാണ്, പല ഇന്റർവ്യൂസിലും നിങ്ങൾക്കൊരു കേസ് സിനാരിയോ തരാറുണ്ട്. അതായത് ആശുപത്രിയിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആശുപത്രി അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായി, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ മാനേജ് ചെയ്യുക? അതായത് കോൺഫ്ലിക്റ്റുകൾ, മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർ ഇടപഴകുന്ന ഇടങ്ങളിലെല്ലാം തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, പല സ്ഥാപനങ്ങളും നശിച്ചു പോകാൻ കാരണം ചില ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആയിരുന്നു. കൂട്ടിക്കിടക്കുന്ന പല സ്ഥാപനങ്ങളും നിങ്ങൾ നോക്കിയാൽ മതി, അവിടുത്തെ എംപ്ലോയീസ് തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു അധികവും. പ്രോബ്ലം സോൾവിങ് ഒരു കറക്റ്റ് കാര്യമാണ് റിജു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രോബ്ലം സോൾവിങ് പ്ലസ് മറ്റൊരു വാക്കുകൂടിയുണ്ട്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നാണ് ഇതിന് പറയുക. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അത് അവിടെ അഡ്രസ് ചെയ്യേണ്ടത് HRMs തന്നെയാണ്, വേറെ ആരുമല്ല. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന അതെ, ഇന്നൂടെ ചോദിച്ചു എന്ന്, ഇന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ സഫീറ ഷംസീറിന്? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വളരെ സമർത്ഥമായി അതിനെ ഇപ്പോ നമ്മള് കരുണാകരൻ എന്ന് പറഞ്ഞിട്ടൊരു മുഖ്യമന്ത്രിയെ പറ്റി കേരളം ഓർക്കുന്നത്, ചരിത്രം വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെന്ന് അറിയില്ല, എനിക്ക് ചരിത്രം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, വളരെ മികച്ച ഒരു നയതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചപ്പോൾ ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയെങ്കിലും നമ്മുടെ എക്കോണമി വലിയ പരിക്കുകളില്ലാതെ മൻമോഹൻ സിംഗിന്റെ ഒരു വിഷൻ കൊണ്ട്, മൻമോഹൻ സിംഗിന്റെ ആ ഒരു പാടവം കൊണ്ട് ആ ഒരു പ്രശ്നത്തെ, ആ ഒരു ക്രൈസിസിനെ അദ്ദേഹം മറികടന്നു എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചുമതലയേക്കുന്ന സമയത്ത്, ഇന്ത്യ വിഭജനം കഴിഞ്ഞ സമയമാണ്, പാകിസ്ഥാനായി കുറെ ഭാഗം, ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നു, ഒന്നുമില്ല, ബ്രിട്ടീഷുകാരെ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയ രാജ്യത്ത് നിന്നാണ്, പിന്നെ ഒന്നിൽ നിന്നാണ് തുടക്കം. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗിന്റെ ഒരു പാഠമുണ്ട്. അത് പിന്നീട് വന്ന ഭരണാധികാരികൾക്ക് കാണാനും നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോഴും ഇത്ര ആദരിക്കപ്പെടുന്ന, അദ്ദേഹത്തിന്റെ തട്ടപ്പോഴും താഴ്ന്നു തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, കോൺഫ്ലിക്റ്റുകൾ ഇല്ലാത്ത ഒരു വർക്ക് സ്പേസും ഇല്ല. പല ഇന്റർവ്യൂസിലും ഇപ്പോൾ അവർ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റിനെ അഡ്രസ് ചെയ്ത് കാണിക്കൂ എന്നാണ് പറയുന്നത്. അത് ചിലപ്പോ ആ ഇന്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾ തന്നെ പരസ്പരം വഴക്കുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ അവര് ഇനാക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. അതിനെ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ലൈവായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇന്റർവ്യൂ പ്രൊഫഷൻ പോകുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ് പറയുന്നത്, തമാശയായിട്ടല്ല എടുക്കേണ്ടത്. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ ആശുപത്രിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഞാൻ വരുന്നത്, എഴുതി വെച്ച കാര്യങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. അത് കൂടെ ചേർത്ത് പറയാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആശുപത്രി നിയമങ്ങളും അതോടൊപ്പം തന്നെ ഹ്യൂമൻ റിക്രൂട്ട്മെന്റ് നിയമങ്ങളിലും ഒരു മിനിമം ബോധം നിങ്ങൾക്ക് വേണം.
എല്ലാ ആശുപത്രികളും എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർമാരെയോ നഴ്സുമാരെയോ കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ ആശുപത്രിയുടെ വസ്തുക്കൾക്ക് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ്, നെയിം ബോർഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് കേടുപാട് വരുത്തുന്നതോ സ്ഥാവരജംഗമ വസ്തുക്കൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിലെ ഇന്ന വകുപ്പ് പ്രകാരം, ഏത് വകുപ്പാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളത് കണ്ടുപിടിച്ച് പഠിച്ചേ പറ്റൂ. എല്ലാ ആശുപത്രികളും എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഇന്റർവ്യൂവിന് ചോദിക്കാൻ പോകുന്ന ഒരു സാധനമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഹ്യൂമൻ റിക്രൂട്ട്മെന്റുമായി റിസോഴ്സസുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചും നിങ്ങൾക്കൊരു അവഗാഹം ഉണ്ടായിരിക്കണം. ഞാനിപ്പോ ജസ്റ്റ് നിങ്ങൾക്കൊരു ഒരു ഒരു നിങ്ങളുടെ ഒരു അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഹിപ്പ എന്ന് കേട്ടിട്ടുണ്ടോ? HIPAA എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് 1996 ഇന്ത്യയിൽ വന്ന ഒരു ആക്ട് ആണ്. ആശുപത്രികളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സൽമ, എന്താണ് ഹിപ്പ? ഒന്ന് ടൈപ്പ് ചെയ്യോ, ഒന്ന് പറയാമോ? സഫീറയ്ക്ക് അറിയാവുന്നവർ ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണമെന്നില്ല. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ജസ്റ്റ് ഒന്ന് തംസപ്പ് ഇട്ടാലും മതി. HIPAA എന്ന് പറയുന്ന ഹിപ്പ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്മാർട്ട്സിലെ കുട്ടികൾ ആ ഒരു കാര്യത്തിൽ മോശമല്ല എന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഹിപ്പ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് എന്നാണ് അതിന് പറയുന്നത്. അതെ, തേർഡ് പാർട്ടി ഒക്കെ വരുന്ന ഒരു സംഭവമാണ്. ഇൻഷുറൻസ് കുറെ പേര്, യെസ് കാർത്തിക അത് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു കാർത്തിക. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് ആണ് 1996 നിലവിൽ വന്നത്. ഞാൻ പറയുന്നത് ഇത് ഞാനിപ്പോ ഇത് ഇന്റർവ്യൂവിന് ഇപ്പൊ ഈ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമല്ല, പലപ്പോഴും ഞാൻ ക്വിസിനും അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രെയിൻ സെഷനിലൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹിപ്പയെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാവുന്നുള്ള കുറച്ച് പേരെങ്കിലും അതിനോട് പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്യുന്നതിലേക്ക് സന്തോഷമുണ്ട്. കൺഗ്രാജുലേഷൻസ്, അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ മിനിമം പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യങ്ങളാണ്. കാരണം ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത് ഒരു രോഗിയുടെ ഡേറ്റ എങ്ങനെയാണ് ഒരു ആശുപത്രി കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ പല ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ ലാമ എന്ന് പറഞ്ഞിട്ടൊരു ഫോം കാണാം. അവിടെ LAMA എന്ന് പറഞ്ഞിട്ട് ലാമ കൺസെന്റ് ഫോം എന്ന് പറഞ്ഞൊരു ഫോം കാണാം. അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലാമ കൺസെന്റ് ഫോം എന്താണെന്നുള്ളത് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം അത് നഴ്സുമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസ് BSc നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന മൂസിന ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. യെസ് സൽമ, താങ്ക് യു. ലീവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയും. അതായത് നമ്മളിപ്പോ ചിലപ്പോൾ ആശുപത്രി ചെല്ലുമ്പോൾ അവർ പറയും ഉടനെ തന്നെ സർജറി വേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ ഇവിടുന്ന് ഈ രോഗിയെ ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയായിരിക്കില്ല. ഒരു പക്ഷെ അടുത്ത ഹോസ്പിറ്റൽ 40-50 കിലോമീറ്റർ അപ്പുറയായിരിക്കും, അവിടെ വരെ പേഷ്യന്റ് എത്തിക്കൊള്ളുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമുണ്ട്. അല്ല, സംവിധാനം അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാമ ഫോം പൂരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ലീവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നുള്ളതാണ്. ആ ഫോം നമ്മൾ പൂരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആശുപത്രിക്ക് പിന്നെ ആ രോഗിക്ക് എന്ത് സംഭവിച്ചാലും യാതൊരു അല്ലെങ്കിൽ ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളതാണ് എഴുതി കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ഡോക്ടറോ നഴ്സോ ചെയ്യിക്കേണ്ട കാര്യമാണെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ സൂക്ഷിക്കേണ്ട ഒരു ഫോമാണത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു സംഭവമായിരിക്കും. ഇപ്പൊ ലാമ ഫോം പൂരിപ്പിച്ച് തരാൻ വിസമ്മതിക്കുന്ന ഒരു രോഗിയെ കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ലാമയുണ്ട് ഡാമയുണ്ട്. ഈ ഡാമയുടെ പൂർവ്വരൂപം ഒന്ന് ടൈപ്പ് ചെയ്തിരുന്നേ സഫീറ. അപ്പോ ഈ ഇങ്ങനെയുള്ള ഫോമുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ചുമ്മാ വെറുതെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. ഇതിനെല്ലാം ബാക്ക് ചെയ്യുന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം എവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ചിലര് അതും ചെയ്യാറുണ്ട്. അതായത് ഞങ്ങൾ വീട്ടിൽ പോയി ചികിത്സോളാം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം എന്നൊക്കെ വരുന്ന സാധനമുണ്ട്. അപ്പൊ ഞാനും ഇത് എന്റെ ഒബ്സർവേഷനിൽ പഠിച്ചൊരു സാധനമാണ് കേട്ടോ. ഞാൻ ഒരിക്കൽ എന്റെ മദറിന് ഇങ്ങനെ ഒന്ന് വീണ് കൈക്ക് ഒരു ചെറിയ പൊട്ട് പറ്റി. ആദ്യം നമ്മൾ കാഷ്വാലിറ്റിയിലാണല്ലോ ചെല്ലുക. കാഷ്വാലിറ്റി ചെന്നപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അവിടെ എല്ലാം ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് കുറെ ഫോമുകൾ. അതിൽ ഒരു ഫോം ലാമ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അന്നാണ് ഞാൻ ലാമയെ പറ്റി സെർച്ച് ചെയ്യുന്നത്, ഞാൻ പഠിക്കുന്നത്. കാര്യം ഞാൻ ഹോസ്പിറ്റലുമായി വേറെ യാതൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്രയും നമ്മളിപ്പോ 10-70 പേര് ഈ ഓൺലൈൻ സെഷനിലുണ്ട്. 2-3 പേരാണ് അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞത്. ഇതേപോലത്തെ കാര്യങ്ങളെ പറ്റി, പ്രത്യേകിച്ച് ഈ ലോസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ മേഖലയിലും ഇനാക്ട് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും നിയമങ്ങൾ. സ്ത്രീ സുരക്ഷയ്ക്ക്, ബാലാവകാശത്തിന് വേറെ അങ്ങനെ നിയമങ്ങളുണ്ട്. പിന്നെ ആശുപത്രിയിൽ പെരുമാറുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആശുപത്രി സ്റ്റാഫിനോട് എങ്ങനെ പെരുമാറണം, ആശുപത്രി ഒരു പേഷ്യന്റിന് കൊടുക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒത്തിരി നിയമങ്ങളുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗിയെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. പലപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിനകത്തും ICUവിനകത്തും ഒക്കെ രോഗികളോട്
അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ പലപ്പോഴും ഡോക്ടർമാർക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്, നിയമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ പറ്റി ഇതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. വെറുതെ നമുക്കൊരു ബോർഡും വെച്ച് ഞാൻ HRM ആണ് അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ റിക്രൂട്ട്മെന്റിന്റെ എല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതൊരു ഉത്തരവാദിത്തപ്പെട്ട വളരെ കീ സ്റ്റോൺ ആയിട്ടുള്ള വളരെ ഒരു കീ ആയിട്ടുള്ള ഒരു ഒരു ജോലിയാണിത്. അപ്പോ നമ്മൾ ആയിരിക്കുന്ന പല ഹോസ്പിറ്റലുകളിലും PRO എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. ഈ PROമാര് പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ആണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ PRO പഠിച്ചിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആ ഹോസ്പിറ്റലിലെ HRM അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകളും പഠിക്കേണ്ടത്. ഞാൻ ഹിപ്പയെ പറ്റിയും ലാമയെ പറ്റിയും ഡാമയെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ കുറച്ച് പേർക്ക് അത് അറിയാമെന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെറുതെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഇത് മാത്രമല്ല, അതിലെല്ലാപ്പോഴും ഞാൻ നിങ്ങളുടെ സിലബസിലേക്കൊന്നും കടക്കുന്നില്ല. അതിൽ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ ആസ് ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളത് പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകാൻ. തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള കോർ ഏരിയയിൽ നിന്നുള്ള 1-2 ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു ഇന്റർവ്യൂവിന് പോകില്ല. അതിനുശേഷമാണ് അവർ പെരിഫറിയിലേക്ക് കടക്കുള്ളൂ, അതിന്റെ പുറമേ ഉള്ള കാര്യങ്ങളിലേക്ക് കടത്തുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നോക്കുക. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ പുതിയ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നടക്കുന്ന പല ഇന്റർവ്യൂസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. നമ്മൾ ആദ്യം പറഞ്ഞ അഡാപ്റ്റബിലിറ്റി ക്വോഷ്യന്റിനെ പറ്റി പറഞ്ഞു, IQ പറ്റി പറഞ്ഞു, EQനെ പറ്റി പറഞ്ഞു. അതോടൊപ്പം തന്നെ അവർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് എമ്പതിയും ഇമോഷണൽ ഇന്റലിജൻസും. പലപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ സിറ്റുവേഷൻ, ഞാൻ ഇന്നലെ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളൊരു ട്രെയിൻ യാത്ര ചെയ്യുന്നു, നിങ്ങളുടെ അടുത്തിരുന്ന ഒരു സ്ത്രീ അറിയുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ വന്ന് 10 രൂപ കടം ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ പെരുമാറും? അല്ലെങ്കിൽ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്കൂൾ കുട്ടി കരഞ്ഞുകൊണ്ട്, ഒരു 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി സ്കൂൾ ബാഗുമായി കരഞ്ഞു വരുന്നു, നിങ്ങൾ എങ്ങനെ അതോട് പ്രതികരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു സാധനമുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ പോലുള്ള ഒരു മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സ്ഥലമാണ്, സങ്കടത്തിന്റെയും സ്ഥലമാണ്. സങ്കടത്തിന്റെ സ്ഥലമാണ് കൂടുതലും അതിനകത്ത് വർക്ക് ചെയ്യുക. ജനനങ്ങൾ നടക്കുന്നതിന്റെ കൂടെ തന്നെ മരണങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്, വയ്യായികളുണ്ട്. ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആരും അങ്ങനെ വെറുതെ ആശുപത്രി പോകുന്ന ഒരു സ്വഭാവം നമുക്കില്ലല്ലോ. പ്രിവെന്റീവ് ചെക്കപ്പിന് പോകുന്ന ആളുകളുണ്ടെന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ വെറുതെ നമ്മൾ ആശുപത്രിയിൽ ആരും ലിസ്റ്ററിന് വേണ്ടി നമ്മൾ പോകാറില്ല. അപ്പോ അവിടെ നിങ്ങൾ സ്ഥിരമായി കാണുന്ന ഇപ്പോ മോർച്ചറികൾ ഉണ്ടാവും, ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ ഉണ്ടാവും, പാലിയേറ്റീവ് കെയറുകൾ ഉണ്ടാവും. ഈ പാലിയേറ്റീവ് നിയമങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണേ. അതിലേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. പാലിയേറ്റീവ് കെയറിന്റെ ഒത്തിരി നിയമങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഒരു ഇമോഷണൽ വെൽബീയിങ്, അതായത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ കാണുന്ന സംവിധാനങ്ങൾ ഇതാണ് എന്നുള്ളത് കൊണ്ട് പല ഇന്റർവ്യൂസിലും നിങ്ങളുടെ ഇമോഷണൽ ഇന്റലിജൻസ് അളക്കുന്ന ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കാറുണ്ട്. എമ്പതി എന്ന് പറയും. എമ്പതി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റാഷക്കുട്ടി എന്ന് പറയുന്ന ഒരു മലയാളിയാണ് അതിന്റെ ഫൗണ്ടർ. ഈ റാഷക്കുട്ടി അവർ സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോളജി പഠിച്ച ഒരു സ്ത്രീയാണ്. അവർ എമ്പതിയെ പറ്റി ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എമ്പതിയെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയ നമ്മുടെ MD യൂണിവേഴ്സിറ്റി പോലെ, കേരള യൂണിവേഴ്സിറ്റി പോലെ വലിയ യൂണിവേഴ്സിറ്റി ഒന്നും അല്ല. അതൊരു കോൺസെപ്റ്റ് ആണത്. എമ്പതി യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ റാഷക്കുട്ടിയുടെ 1-2 സെഷനിൽ ഞാൻ പോയിരുന്നിട്ടുണ്ട്. കോഴിക്കോട് വെച്ച് 2 വർഷം മുമ്പ് ഒരു ക്യാമ്പ് നടന്നപ്പോൾ അതിൽ ഒരു ദിവസത്തെ പകുതി, അതായത് ഒരു ഹാഫ് ഡേ സെഷൻ കംപ്ലീറ്റ് എമ്പതിയെ പറ്റിയിട്ടാണ് അവർ സംസാരിച്ചത്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, പലപ്പോഴും പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ഇവർ ക്ലാസ് എടുക്കാൻ പോകും. അതൊരു ചെറിയ പ്രസ്ഥാനമല്ല കേട്ടോ എമ്പതി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന. റാഷക്കുട്ടിയും അതില് എനിക്ക് തോന്നുന്നു പയനിയർ ആയിട്ടുള്ള ഒരു യുവതിയാണ് അവർ ഈ ഒരു മേഖലയിൽ. എമ്പതിയെ പറ്റി ഇത്രമാത്രം സംസാരിക്കാൻ എന്താണെന്ന് നമ്മൾ ആദ്യം വിചാരിക്കും. പക്ഷെ എമ്പതിയെ പറ്റി അത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ സെഷൻ കഴിയുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷന് സഹാനുഭൂതി അത് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എമ്പതി എന്ന് പറയുന്നത് ഒരു സംഭവമുണ്ട്. അപ്പൊ ഈ എമ്പതി, സഹാനുഭൂതി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് സോറി ഈ ഒരു കോൺസെപ്റ്റിനെ പലപ്പോഴും ഇപ്പോഴത്തെ ഇന്റർവ്യൂവിൽ അവർ ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അത് നമ്മളിപ്പോ എത്ര ഫേക്ക് ചെയ്താലും നമ്മുടെ ഉള്ളിൽ എമ്പതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഫേക്ക് ചെയ്യണ്ട, ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എമ്പതറ്റിക് ആയിട്ട് പെരുമാറേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ വരും. HRMs ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ റിക്രൂട്ട്മെന്റിന് വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ചിലര് ലീവിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ
എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു ദിവസം ഒരു ഇത്തിരി വൈകി ജോലിക്ക് വന്നപ്പോ എന്റെ ഓഫീസിൽ ചില ചേച്ചിമാരൊക്കെ കുട്ടിക്ക് പനിയാണ് ഷാരോൺ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് സുഖമില്ല, ഞാൻ ഒരു 2 മണിക്കൂർ വൈകിയേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും ചേച്ചി അത് കഴിഞ്ഞിട്ട് വന്നാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ വരുന്ന സമയത്ത് ഓഫീസിലുള്ള സമയത്ത് കൃത്യമായി പണിയെടുക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പെൻഡിങ് ആവാതെ ജോലി ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും ബയോമെട്രിക് പഞ്ചിങ് ആയതുകൊണ്ട് ആ പഞ്ചിങ്ങിന്റെ അപ്പുറത്തേക്ക് അവർ ചിന്തിക്കാറില്ല. പഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് സാലറി ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് എംപതറ്റിക് ആയിട്ട് മറ്റുള്ളവന്റെ ഷൂസിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോ അങ്ങനെയുള്ള സമയത്ത് അത് പക്ഷെ ചിലർ അതിനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഷെയർ ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്. അത് തന്നെ എക്സാക്ട്ലി അത് തന്നെയാണ് ഹസീന ഷിമ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. അപ്പൊ ഇതുപോലുള്ള ഞാനിപ്പോ ഇത് നമ്മുടെ ഇന്റർവ്യൂ സെറ്റപ്പിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് ഞാൻ പറയാണ്, ജോബിടത്തിലേക്ക് അധികം പോകുന്നില്ല. ഇമോഷണൽ ഇന്റലിജൻസിനെ, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ നിങ്ങളുടെ ഒരു പേഷ്യന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൊളീഗോ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് പല ഇന്റർവ്യൂ ബോർഡ്സിന് മുന്നിൽ, ഇതിപ്പോ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിനും ഈ പറയുന്ന പോലെ എൻപതി അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, കാരണം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ലക്ഷറി ആയി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ സ്ക്രീനിൽ നോക്കിയിരുന്ന് നമ്മള് ഈ ആളുകളെ കൊല്ലുന്ന ഗെയിം കളിച്ച് നമ്മള് നമ്മുടെ LED ഡിസ്പ്ലേകളിൽ നമ്മൾ ടച്ച് ചെയ്ത് നമുക്ക് ഈ ഇമോഷൻസിനെ പലതും നമ്മൾ മൊബൈലിന് മുന്നിൽ സ്ക്രീനിന് മുന്നിൽ പണയം വെച്ചിരിക്കുന്ന കാരണം ഇമോഷണൽ ഇന്റലിജൻസിനെ ഒന്ന് റീവാമ്പ് ചെയ്തെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ച ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഒന്ന് ഇത്ര നീണ്ടുപോകുന്ന കാര്യമില്ല. എത്രയോ ആളുകളാണ് യുദ്ധത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നത്. അപ്പോ അത് വേറൊരു ടോപ്പിക്കാൻ തന്നെ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അതൊരു വൈറ്റൽ ആയിട്ടുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ, ഒരു ടീമിനെ പ്രൊഫഷണലി മാനേജ് ചെയ്യുമ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ഒരു റോബോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന ആളുകൾ ഒരിക്കലും റോബോട്ടിക് മെന്റാലിറ്റി ഉള്ള ആളുകളല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ 20 മുതൽ 30 വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടം ഭയങ്കരമായ ഒരു ഓട്ടമാണ്. കാരണം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പ്രോപ്പറായി സെറ്റിലായി ഒരു ഫാമിലിയായി ജീവിക്കുക എന്നുള്ള സ്വപ്നമില്ലാത്ത ആരും തന്നെ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു പ്രായത്തിൽ നമ്മൾ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്ന, നമ്മളെ ജീവിതം വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന കുറെ സമയങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡുകൾ പലപ്പോഴും ഇപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയ ശേഷം പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യമുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സ്കില്ലാണ്. ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോയിട്ട് വെറുപ്പിക്കണം, താൻ ആരാ എന്നുള്ള രീതിയിൽ ഇരിക്കണം എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്നസെന്റ് ആ സിനിമയിലെ മോഹൻലാലിന്റെ ചേട്ടനായിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ഞാൻ ഇവന്റെ ചേട്ടൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്നല്ല പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്, ഉത്തരം പറയുക എന്നുള്ളത് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സിൽ കുട്ടികളോട് പറയാറുണ്ട്, യു ഷുഡ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ക്വസ്റ്റ്യൻ ഓൾ ദ ആൻസേഴ്സ് എന്ന്. അതായത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഇന്റർവ്യൂ ബോർഡ് പലപ്പോഴും, അത് ട്രിക്കി ആയിട്ടായിരിക്കും നിങ്ങൾ അവരെ ട്രാപ്പിൽപ്പെടുത്തുന്നത്. അവർ നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്തുന്നത്. അതായത് അവര് പറയുന്ന ഒരു കാര്യം അത് ഫാക്ച്വലി എററായിരിക്കാം, തെറ്റായിരിക്കാം. അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നമ്മുടെ ഒരു മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് പറഞ്ഞിട്ട് അവര് നമ്മളോട് ചോദിക്കുകയാണ് യെസ് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജോലി കിട്ടാൻ വേണ്ടിയിട്ട് യെസ് കുഴപ്പമില്ല സാർ ശരിയാണ് എന്ന് നമ്മൾ പറയും. നമ്മൾ അവരെ ഒന്ന് സൂചിച്ചിരുന്നോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ പറയും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് പല ഇന്റർവ്യൂസിലുള്ള ഒരു വലിയ ട്രാപ്പാണ് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താ രസം എന്നറിയോ? നമ്മളപ്പോ ആലോചിക്കുമ്പോൾ എന്താ, ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. സാറ് അവസാനം ചോദിച്ച ചോദ്യത്തിന് വരെ ഞാൻ അവരുമായി എഗ്രി ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നത് മാന്യമായി ഡിസഗ്രി ചെയ്യാൻ പഠിക്കും, അല്ലെങ്കിൽ മാന്യമായി ചോദ്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ദി ആർട്ട് ഓഫ് ഡിസഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ഫിലോസഫിയിൽ. അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് നോ, അതുപോലെ തന്നെ ആർട്ട് ഓഫ് സെയിങ് നോ, എങ്ങനെയാണ് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നോ പറയേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരാളെ വെറുപ്പിക്കുന്ന രീതിയിൽ നോ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്, മറ്റൊരാളെ വെറുപ്പിക്കാത്ത ഒരു രീതിയിൽ എങ്ങനെയാണ് അയാളുമായി ഡിസഗ്രി ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഫിലോസഫിയിൽ.
അത് ഒന്ന് മാസ്റ്റർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് പെട്ടെന്ന് അങ്ങനെ നമുക്ക് പറ്റില്ല. ചിലര് എടുത്തടിച്ച പോലെ സംസാരിക്കുന്ന ആളുകളുണ്ടാവും. ചിലർ ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് മുറി രണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ടാവും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച ആളുകളെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും അങ്ങനെ ഒന്നോ രണ്ടോ പേര്. അവര് പറയുന്നത് ഞങ്ങൾക്കൊന്നിന്റെയും ആവശ്യമില്ല, ഞങ്ങൾ ആരുടെയും മുന്നിൽ ഒരു അവതാരത്തിനും വരുന്നില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. ഞാൻ പറയും, നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ എവിടെയായാലും പറയണം. ഒരിക്കലും അതാണ് ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന്റെ സത്യത ചിരിക്കുന്നുണ്ട്. ഭംഗി എന്ന് പറയുന്നത് അതാണ്. നമുക്ക് പറയാനുള്ളത് എവിടെയായാലും പറയും. പക്ഷെ നമ്മളെപ്പോലെ തന്നെ പറയാൻ അവകാശമുള്ളവരാണ് മറ്റുള്ള ആളുകൾ. അതുകൊണ്ട് ഡിസഗ്രി ചെയ്യുമ്പോൾ മാന്യമായി ഡിസഗ്രി ചെയ്യാൻ പറയുക. അത് പറയുക എന്നല്ല, മാന്യമായി ഡിസഗ്രി ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം, അതിന് കഴിയണം എന്നാണ് ഞാൻ പറയുക. അതൊരു ആർട്ടാണ്. ആ ആർട്ടിനെ നിങ്ങൾ മാസ്റ്റർ ചെയ്യണം. പ്രത്യേകിച്ച് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറ്റില്ല, അവർ നിങ്ങളോട് പറയും ഇതിന്ന വർക്കാണ്, ഇന്ന സാധനങ്ങൾ ചെയ്യേണ്ടി വരും, ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണ്, അപ്പൊ അത് അങ്ങനെ ചെയ്തേ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ചെയ്തോളാം എന്നല്ല പറയുന്നത്. സാറ് പറഞ്ഞത് ഓക്കെയാണ്, പക്ഷെ അതിൽ ഇന്ന പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ ഒരു പോളിസി വെച്ചിട്ട് അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങൾ വെച്ചിട്ട് ഇതൊന്നും അങ്ങനെ ചെയ്യാൻ ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് പ്രൊഫഷണൽ എത്തിക്സിന് നിരക്കുന്നതല്ല എന്നുള്ള രീതിയിൽ വളരെ റീസണബിൾ ആയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിനോട് ഡിസഗ്രി ചെയ്യാൻ പഠിക്കണം. എന്ന് കരുതി എന്ന് കയറി ഇരിക്കുമ്പോൾ മുതലേ പോരുന്ന വരെ ഡിസഗ്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസഗ്രിമെന്റ് കൊണ്ട് ജീവിതം തീരും. അതല്ല പറഞ്ഞത്. ഡിസഗ്രി ചെയ്യേണ്ടി വരുന്ന ഇടങ്ങൾ ഉണ്ടെങ്കിൽ, എല്ലാ ഇന്റർവ്യൂവിലും അങ്ങനെ സംഭവിച്ചോളന്നില്ല. ഇന്റർവ്യൂവിൽ പോയിട്ടുള്ള ആരെങ്കിലും അറിയാമായിരിക്കും, ആരെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അങ്ങനെ ഡിസഗ്രി ചെയ്യേണ്ടി വന്നാൽ മാന്യമായി ഡിസഗ്രി ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ മറ്റൊരാളെ തോൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുന്നിൽ നമ്മളുടെ വാക്ചാതുര്യം മാത്രം പിടിച്ച് പുറത്ത് എടുത്തിട്ടോ നമ്മൾ പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പറ്റില്ലാത്ത കാര്യങ്ങളെ വളരെ മാന്യമായി ഡിസഗ്രി ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിന് തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ അല്ലെങ്കിൽ കരിക്കുലം മെറ്റീരിയൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹാർഡ് സ്കില്ലുകൾ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ലീഡർഷിപ്പ് സ്കില്ല് അതുപോലത്തെ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഒരു ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ക്യാമ്പ് നടക്കുന്നു നിങ്ങളുടെ ഹോസ്പിറ്റലിൽ, അപ്പൊ നേരത്തെ പരിശോധന ക്യാമ്പ്, അപ്പൊ അതിന്റെയൊക്കെ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഓടി നടന്ന് പണിയെടുക്കേണ്ടതുണ്ട്. അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അത് അനുബന്ധമായി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ സോഫ്റ്റ് സ്കില്ലുകളോടൊപ്പം തന്നെ നിങ്ങളുടെ ഹാർഡ് സ്കില്ലുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഈ ഡിസഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. എത്തിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എത്തിക്സ് എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞു, ചേരയം തിരുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിരണം എന്നുള്ള കമന്റ് ഒക്കെ നമ്മൾ കൈയടിച്ച് പാസ്സാക്കി വിട്ടത്. അത് ഞാൻ പറഞ്ഞതും ശരിയായിരുന്നു ആ സമയത്ത്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഈ HRMs കളിക്കുന്നത് മാൻ പവർ വെച്ചിട്ടാണല്ലോ, മനുഷ്യനെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന അഭ്യാസമൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചിലപ്പോ അല്ല പലപ്പോഴും ഇല്ലാതാവുന്നത് നമ്മൾ നമ്മുടെ ന്യൂസുകളിൽ കാണുന്നുണ്ട്. പല ആശുപത്രികളിൽ നടക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ഏതൊരു വാർത്ത വായിച്ചല്ലോ, ഇടത് കൈക്ക് സർജറി ചെയ്യാൻ കയറ്റിയ ആളുടെ വലത് കൈക്ക് സർജറി ചെയ്തു എന്നൊക്കെയുള്ളത്. അത് നമ്മളല്ല ചെയ്യുന്ന, ഡോക്ടർമാരും അതിന്റെ മെഡിക്കൽ ടെക്നീഷ്യന്മാരും പ്രൊഫഷണൽസ് ഒക്കെയാണ് ചെയ്യുന്നത്. അത് ഞാൻ പറയുന്നത്, ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന ഒരാളെന്ന രീതിയിൽ എത്തിക്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംഭവം, അത് എനിക്ക് തോന്നുന്നു പല ആശുപത്രിക്കാരും ഇപ്പൊ ഇന്റർവ്യൂവിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കില്ല. കാരണം അങ്ങനെ എത്തിക്സ് പാലിക്കുന്ന ആശുപത്രികൾ പലതും കുറവാണ്. കാരണം ഈ ഇന്റേണൽ സർജറി നടക്കുമ്പോൾ കിഡ്നി വരെ അടിച്ചു വെക്കുന്ന കേസുകൾ നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ലാഭകുതിയന്മാരായ ചാരക്കണ്ണുകൾ കൊണ്ട് നടക്കുന്ന ഹോസ്പിറ്റൽസ് ഉള്ളപ്പോൾ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് പറയേണ്ടത് എന്റെ ബാധ്യത കൊണ്ട് ഞാൻ പറയാണ്. ഡിസഗ്രി ചെയ്യാൻ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങളുടെ എത്തിക്സ് എന്താണ്, അല്ലെങ്കിൽ എത്തിക്കലായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുക. അത് അവർ നിങ്ങൾക്കൊരു സിനാരിയോ തരും. ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ അപ്പൊ അതിൽ ആ രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സ് അജിറ്റേറ്റഡ് ആണ്, അപ്പൊ ആ രോഗിക്കും ചെറിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആശുപത്രിക്കും ചെറിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഡീല് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അതിൽ എത്തിക്കലായിട്ട് നമുക്ക് എങ്ങനെ രണ്ടു കൂട്ടർക്കും നീതി നടപ്പാക്കാം,
ഒരു കോടതി ചെയ്യുന്ന പണി അതാണല്ലോ. അഫക്റ്റഡ് പാർട്ടീസിന് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള നീതി നടപ്പാക്കുക എന്നുള്ളതാണ് ഏതൊരു കോടതിയുടെയും പരമവും പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എത്തിക്കലായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ഇന്റർവ്യൂവിൽ എക്സ്പെക്ട് ചെയ്യണം. അത് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾ പോയിരിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനെങ്ങനെയാണ് എത്തിക്സുമായി റിലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം അത് ഒരിക്കലും ഒരു വാക്കിൽ ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു സെന്റൻസ് നമുക്ക് പറയാവുന്ന ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എസ്സേ നമ്മൾ എഴുതുന്ന പോലെ എക്സ്പ്ലനേറ്ററി ആയിട്ട് കൊടുക്കേണ്ട ഒരു ആൻസർ ആയിരിക്കും അത്. അപ്പൊ അത് നിങ്ങൾ വളരെ വിവേകപൂർവ്വം ചിന്തിച്ച് വേണം. ഞാൻ എല്ലാ ആശുപത്രിക്കാരും അങ്ങനെയാണല്ലോ കേട്ടോ പറഞ്ഞത്. വളരെ പവർഫുൾ ആയിട്ടുള്ള എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒത്തിരി ആശുപത്രികൾ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ ഇങ്ങനെ വളരെ സുശക്തമായിട്ട് നിലനിൽക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് ഓരോ രോഗിയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ വേറൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മുടി വെട്ടുന്ന, എനിക്കിപ്പോ കുറെ കഷണ്ടി ആയിട്ടുണ്ട്, ഇതിന് മുടി ഉണ്ടായിരുന്നതാണ്. ഞാൻ സ്ഥിരമായി മുടി വെട്ടുന്ന എന്റെ നാട്ടിലുള്ള ബാർബറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ പുള്ളി എന്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 10-20 മിനിറ്റിൽ ഞങ്ങളിങ്ങനെ ഒരുപാട് സംസാരിക്കും. പുള്ളി സംസാരപ്രിയനാണ്, ഞാനും സംസാരപ്രിയനാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഷാരോണെ, ഞാൻ ആളുകളുമായിട്ട് പെട്ടെന്ന് അടുക്കും. എന്താണെന്നറിയോ, ഞാൻ നിങ്ങളുടെ ശരീരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു വണ്ടി നന്നാക്കാൻ നിങ്ങൾ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലല്ല, അവർ നിങ്ങളുടെ കാറിലോ നിങ്ങളുടെ ബൈക്കിലോ ആണ് പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു കടയിൽ സാധനം വാങ്ങിക്കാൻ ചെന്നു, നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന കറൻസിക്ക് പകരമായിട്ട് അവർ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് തരികയാണ്. പക്ഷെ ബാർബർ ഷോപ്പിൽ മുടി വെട്ടുന്ന ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ, അത് നിങ്ങളുടെ അപ്പോ എത്തിക്സ് വേറെ, കൾച്ചറൽ ഫോളോ വേറെ, എനിക്കത് മനസ്സിലായില്ല കമന്റ് എന്താണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളുടെ ശരീരത്തിലാണ് പണിയെടുക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി പെട്ടെന്ന് അടുക്കും. അല്ലെങ്കിൽ ഞാൻ വളരെ കെയർ വേണ്ട, എന്റെ കയ്യിലിരിക്കുന്ന കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ ചീപ്പ് വെച്ചിട്ട് ബ്ലേഡ് വെച്ചിട്ട് ഷേവിംഗ് സെറ്റ് വെച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ശരീരത്തിൽ പല കാര്യങ്ങളും അപകടകരമായി ചെയ്യാം. ആ ഒരു വിശ്വാസം എന്നോടുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ കറങ്ങുന്ന കസേരയിൽ ബാർബർ ഷോപ്പിൽ എന്റെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് അവർ പുള്ളി പറയുന്നുണ്ട്. അത് വളരെ വളരെ ആഴമുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചത്. കാരണം ഈ വണ്ടി നന്നാക്കാൻ പോകുന്ന പോലെ, വണ്ടിയുടെ ഓയിൽ മാറ്റാൻ പോകുന്ന പോലെ, നമ്മള് ടയർ മാറ്റാൻ പോകുന്ന പോലെ, ടയറിന് കാറ്റടിക്കാൻ പോകുന്ന പോലെ ഒന്നുമല്ല നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്. നമ്മുടെ ശരീരം തന്നെയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്ന, അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കും. കറക്റ്റ്, അതാണ് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ആ ഡേറ്റ വെച്ചിട്ട് ഇപ്പൊ ഈ നമ്മുടെ നാട്ടില് ബേർഡേഴ്സ് ആൻഡ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് കേരളത്തിൽ കാണുന്ന പക്ഷികളുടെ എല്ലാം ഡേറ്റ അവർ കളക്ട് ചെയ്ത് ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്റെ ഒരു സുഹൃത്ത് അതിൽ മെമ്പറാണ്. പക്ഷെ പുള്ളി അതിൽ വഴക്കിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൾച്ചറൽ ഫോളോ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞു. ഓക്കെ, കേരളത്തിൽ കണ്ടുവരുന്ന പക്ഷികളുടെ ഡേറ്റ കംപ്ലീറ്റ് ഇവർ ശേഖരിച്ചിട്ട് ഇവർ അപ്ലോഡ് ചെയ്യുന്ന സെർവർ ഇരിക്കുന്നത് അമേരിക്കയിലാണ്. ഇന്ത്യൻ ഗവൺമെന്റിനോ അല്ലെങ്കിൽ കേരള സർക്കാരിനോ അതിന് യാതൊരു വിധ ഹോൾഡും ഇല്ല. ഇതിന്റെ കംപ്ലീറ്റ് ഡാറ്റാബേസ് സൂക്ഷിക്കുന്നത് അമേരിക്കൻ സെർവറിലാണ്. അപ്പൊ ഇവരിത് കുറെ നിവേദനം കൊടുത്ത് കുറെ ബഹളം ഉണ്ടാക്കി, പക്ഷെ ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പോയിന്റിൽ നിന്ന് പുറത്തു വന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹൗ ടു ഹാൻഡിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ഇപ്പൊ സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോ മുകേഷ് അംബാനിയെ പോലെ, അല്ലെങ്കിൽ ലക്ഷ്മി മിത്തലിനെ പോലെ, അദാനിയെ പോലെ ഒരാള് ചികിത്സ തേടിയെത്തുന്ന ഒരു ആശുപത്രിയിലാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒരു പ്രമുഖനായ പാർലമെന്റേറിയനോ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററോ ഒക്കെ ചികിത്സ തേടിയെത്തുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇവരുടെയൊക്കെ ഹെൽത്ത് ഡേറ്റ, എല്ലാ മനുഷ്യന്റെ ഹെൽത്ത് ഡേറ്റ, എന്റെ നിങ്ങളുടെ ഒക്കെ ഹെൽത്ത് ഡേറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കുറച്ചുകൂടി മാർക്കറ്റ് വാല്യൂ ഉള്ളതായിരിക്കും ഇവരുടെ ഹെൽത്ത് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന നിങ്ങളുടെ മുന്നിലുള്ള മോണിറ്ററിൽ തെളിഞ്ഞു വരുന്ന പല വിവരങ്ങളും എക്സ്ട്രീം സെൻസിറ്റീവ് ആയിട്ടുള്ളതും വിപണിയിൽ ലക്ഷങ്ങൾ വിലയുള്ളതുമായിരിക്കും. ഈ കഴിഞ്ഞ വർഷമാണ് നമ്മൾ വായിച്ചത്, ഏതോ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്യൂട്ടിൽ നിന്നും ഏതാണ്ട് 1.5 കോടി ഇന്ത്യക്കാരുടെ ഡേറ്റ ചോർന്നു എന്നുള്ളത്. ഇതൊക്കെ പോകുന്നത് ഡ്രഗ്സ് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ കെമിക്കലുകൾ ഉപയോഗിച്ച് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്ന പുതിയ കമ്പനികളുടെ ഇടയിലേക്കാണ് പോകുന്നത്.
അപ്പൊ അതുകൊണ്ട് കൊറോണ വന്ന സമയത്ത് ഇത് വൻ വിവാദമായതാണ് നമ്മുടെ ഹെൽത്ത് ഡേറ്റ ചോർന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ചെയ്ത കമ്പനിക്ക് ഒരു സുരക്ഷാ പാളിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നിങ്ങൾ ഇന്റർവ്യൂവിൽ നിന്ന് പ്രതീക്ഷിക്കണം. അതായത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ സാർ ഞാനത് എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. കൃത്യമായിട്ടുള്ള റെഡിമെയ്ഡ് ആൻസർ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇതെല്ലാം കണക്റ്റഡ് ഒന്നിന് പുറകെ ഒന്നായി വരുന്ന സാധനങ്ങളാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞു, എത്തിക്കൽ ഡിസിഷൻ നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. അത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന കോൺഫിഡൻഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതിന് നിങ്ങൾക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനൊരു വൺ വേർഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു വൺ സ്റ്റോപ്പ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്റർവ്യൂ ബോർഡിനെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത് ക്രൈസിസ് മാനേജ്മെന്റ്. ഇതിന്റെ ചെറിയൊരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഒരു സർജറി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റി നമ്മൾ ആദ്യം ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞതാണ്. ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഹോസ്പിറ്റലായാലും HRMs ആയാലും ഏത് കമ്പനി ആയാലും, ഇപ്പൊ നിങ്ങൾ ആലോചിക്കുകയാണ്, ഇപ്പൊ ഒരു കൊച്ചിൻ റിഫൈനറിയിൽ നിങ്ങൾ HR ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു കൂട്ടം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടം കെമിക്കൽസ് ഉൾക്കൊള്ളുന്ന ഒരു പ്ലാന്റ് മാനേജ് ചെയ്യുന്ന ആളുകളെല്ലാം നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ്. എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഇടുക്കി നമ്മുടെ പവർ ഹൗസ് ഉണ്ടല്ലോ, മൂലമറ്റം പവർ ഹൗസ്. ഈ മൂലമറ്റം പവർ ഹൗസിന്റെ 5-6 ജനറേറ്ററുകളുടെ വളരെ ക്രൂഷ്യലായിട്ടുള്ള, ഇപ്പൊ ഓരോ ജനറേറ്ററുകളായിട്ട് അവിടെ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള അറ്റകുറ്റപ്പണി ചെയ്യുന്ന ആളുകൾ KCB-യുമായി പിണങ്ങി. നിങ്ങൾ KCB-യിലെ HR പോസ്റ്റിൽ ഇരിക്കാന്ന് വിചാരിച്ചു, ഈ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇരുട്ടിലാവും നമുക്കറിയാം. അപ്പോ നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മളെയോ ആ 4-5 എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ KCB-യോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റാഫിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, കേരള സംസ്ഥാനത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ട്രാഫിക് ലൈറ്റുകൾ സർവീസ് ചെയ്യുന്ന ഏജൻസി, കെൽട്രോൺ ആണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ കെൽട്രോൺ ആണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ട്രാഫിക് ലൈറ്റുകളുടെ സോഫ്റ്റ്വെയർ സംവിധാനം തകരാറാവാന്നിരിക്കട്ടെ, എന്തായിരിക്കും അവസ്ഥ? ഒന്നും വേണ്ട, എയർക്രാഫ്റ്റുകൾ പറക്കുന്നത് കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരുപാട് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. കാരണം എയർബസിന്റെ A320 എന്ന് പറയുന്ന വിമാനത്തിന്റെ സോഫ്റ്റ്വെയർ മൊഡ്യൂൾ അപ്ഡേറ്റ് ചെയ്യാൻ 8-10 മണിക്കൂർ എടുത്തപ്പോൾ എല്ലാ വിമാന സർവീസുകളും താറുമാറായി എന്ന് പറഞ്ഞു. സപ്പോസ് നിങ്ങളൊരു HRM എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ്, എയർ ട്രാഫിക് കൺട്രോളിൽ നിങ്ങൾ വർക്ക് ചെയ്യാണ്, അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ അപ്ഡേറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് ഒരു അനിശ്ചിതകാല പണിമുടക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സെർവർ ഡൗൺ ആകുന്നു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ ഒരു പാച്ച് കണ്ടുപിടിക്കപ്പെടുന്നു. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇതൊക്കെയാണ് വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ചോറിനൊപ്പം സാമ്പാർ ഒഴിക്കണോ പുളിശ്ശേരി ഒഴിക്കണോ എന്നുള്ളതൊന്നും ഒരു ക്രൈസിസ് അല്ല. പല വീടുകളിലും ഇപ്പൊ വിശന്നിരിക്കുന്ന സമയമായതുകൊണ്ട് മീൻ വറുത്ത് ഇല്ലല്ലോ അമ്മ എന്ന് പറയുന്നത് കളിയാക്കുന്ന വഴക്കിടാക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുഡിന് പുറത്ത് കുഴിമന്തി കഴിക്കുന്ന അല്പം കഴിക്കുന്നവർക്കുള്ള ക്രൈസിസ് നമുക്ക് പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. അതൊന്നും ഒരു ക്രൈസിസേ അല്ലാതെ നമ്മൾ പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ മനസ്സിലാവും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. നമ്മളൊന്നും ഇതുപോലത്തെ വലിയ വലിയ അവാർഡുകൾ ചെന്ന് ചാടുന്നില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ പലപ്പോഴും നന്ദി പറയണം. നമ്മുടെയൊക്കെ ജീവിതം ഇത്ര സുഗമമാക്കി നിർത്താൻ. ഇത് ഇന്റർവ്യൂ ടെക്നിക്കുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനമല്ല, അതായത് പറഞ്ഞു പോവാണ്. നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. പല കാര്യങ്ങളിൽ നിന്ന് നമ്മളൊക്കെ എന്താ പറയാ, വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ കിടന്ന് ഉറങ്ങുമ്പോൾ നാളെ പ്രഭാതം വളരെ മനോഹരമായി നമുക്ക് തീർക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന എന്തോരം മനുഷ്യരുണ്ടല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ നമുക്കിപ്പോ ഈ കംഫർട്ടിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ക്രൈസിസ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാര് നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അറ്റ് എനി പോയിന്റ് ഓഫ് ക്രൈസിസ് നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ ഊർജ്ജവും നഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇന്റർവ്യൂവിന്റെ സെറ്റപ്പിലേക്ക് വരുമ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ ഇന്റർവ്യൂവിന്റെയും നിർബന്ധിത മൊഡ്യൂളായി മാറിയിട്ടുണ്ട്. അതിപ്പോ എത്ര ചെറിയ ജോലിയാണെങ്കിലും എത്ര വലിയ ജോലിയാണെങ്കിലും ക്രൈസിസ് ഇല്ലാത്ത ഒരു ഫീൽഡില്ല. അതുകൊണ്ട് ക്രൈസിസിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ ഇപ്പൊ ഫയർ റെസ്ക്യൂ സർവീസുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക സ്ക്യൂബ ഡൈവിംഗ് ടീം, നമ്മുടെ വെള്ളത്തിലൊക്കെ പോയ ആളുകളെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന ടീമുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറെ എമർജൻസി സർവീസുകളുണ്ട്. അത് പ്രൈവറ്റ് ഏജൻസികളും കുറെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ അവിടെ HR പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ
ഇതുപോലത്തെ ക്രൈസിസ്. പക്ഷെ ഇത് അതിസുരക്ഷ വേണ്ട, അല്ലെങ്കിൽ അതീവ ശ്രദ്ധ വേണ്ട, അതീവ കായികാധ്വാനം വേണ്ട മേഖലയിൽ മാത്രമല്ല, എത്ര ചെറിയ പോസ്റ്റിലേക്ക് വിളിച്ചാലും ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ 2018 പ്രളയത്തിന് ശേഷമാണ് കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് തന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ കോഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പുതിയ കോഴ്സുകൾ നമ്മൾ തുടങ്ങിയത്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ക്രൈസിസ് മാനേജ്മെന്റ്. പ്രത്യേകിച്ച് മനുഷ്യരാൽ നിർമ്മിക്കപ്പെടുന്ന ക്രൈസിസുകളുണ്ട്. അത് നമ്മുടെ കയ്യിരിപ്പും നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അധികവും. അതിനെ വളരെ സമർത്ഥമായി ടാക്കിൾ ചെയ്യുന്നത് മനുഷ്യരെ പഠിക്കുക എന്നുള്ളതാണ്. മനുഷ്യരെ ബേസിക്കലി പഠിക്കുക എന്നുള്ളതാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ രണ്ട് കാലിൽ നടക്കുന്ന രണ്ട് കൈയുള്ള ഇങ്ങനെ ഇരുന്ന് ഡയലോഗുകൾ വിടുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. ഈ മനുഷ്യന്മാരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്തം വിട്ടുപോകും. ഇത് ഇത്രയും വലിയ ഒരു സംവിധാനമാണല്ലോ എന്ന് നമ്മൾ തന്നെ അന്തം വിട്ടുപോകുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് HR മാനേജർമാരെ നിങ്ങളോടാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കാൻ പോകുന്ന, ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യാൻ പോകുന്ന ആളുകളെ നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ മനുഷ്യരെ പഠിക്കുക. കേസ് സ്റ്റഡീസ് ഒരുപാട് നെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എൻലെസ്ലി നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഹ്യൂമൻ കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ അത് സെർച്ച് ചെയ്തു, ഇതിന് വലിയ ആർക്കൈവുകൾ വരെയുണ്ട്. ഓരോ സമൂഹത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ, അതിനെങ്ങനെയാണ് ആ സമൂഹം നേരിട്ടത് എന്നൊക്കെ ഉള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കമ്പൈലേഷൻസ് ഇന്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ കിടക്കുന്നുണ്ട്. അത് സമയം പോലെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഈ ക്രൈസിസ് മാനേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് GD വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന നിങ്ങൾ ബോധപൂർവ്വം നിങ്ങൾ ചെയ്തു കാണിക്കേണ്ട ഒരു കാര്യമാണ് ഹൗ യു ബിൽഡ് നെറ്റ്വർക്ക്സ് ആൻഡ് റിലേഷൻഷിപ്സ് എന്നുള്ളത്. കാരണം നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് 10 പേരുടെ അല്ലെങ്കിൽ 20 പേരുടെ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആരും നമുക്ക് പരിചയം ഉണ്ടാവില്ല. നമ്മുടെ കൂടെ പഠിച്ചവരോ നമ്മുടെ നാട്ടുകാരോ ആരും ഉണ്ടാവില്ല. ഒരു ഏലിയൻ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഒരു ഒട്ടും പരിചിതമല്ലാത്ത ഒരു എൻവയോൺമെന്റിൽ നമ്മുടെ പുതിയ ന്യൂ ജനറേഷന്റെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ആവുക എന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ പുതിയ ആളുകളുമായിട്ട് സിങ്ക് ആവുക എന്ന് ഇന്റർവ്യൂ ബോർഡിലുള്ളവർ നിങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഓർഗനൈസേഷൻ ഉണ്ട്. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ബിസിനസ്സുകാർ ചേർന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് വേൾഡ് മലയാളി കൗൺസിൽ. അവർക്ക് ക്യാമ്പസ് മൂവ്മെന്റ് ഉണ്ട്. വോൾട്ടിയേഴ്സ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ വോൾട്ടിയേഴ്സിന്റെ പല ക്യാമ്പുകളിലും ഞാൻ പോയിട്ടുണ്ട്. ആദ്യം ഞാനായിട്ട് പാർട്ടിസിപ്പന്റ് ആയി പോയി, പിന്നീട് അവിടെ ക്ലാസ് എടുക്കാൻ പോയി. അപ്പൊ പാർട്ടിസിപ്പന്റ് ആയി പഠിക്കാൻ പോകുന്ന സമയത്ത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇവര് ബെസ്റ്റ് ക്യാമ്പർ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഒരു 60-70 പേരുണ്ടാവും. എനിക്ക് ബെസ്റ്റ് ക്യാമ്പർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ബെസ്റ്റ് ക്യാമ്പർ ഇവർ തിരഞ്ഞെടുക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ചോറുണ്ണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഡോർമെട്രിയിലേക്ക് നമ്മളെ വിടുന്ന സമയത്ത് നമ്മളെ ഫ്രീ ആയി വിടുന്ന, ക്ലാസ്സുകളൊന്നും ഇല്ലാത്ത 3 ദിവസത്തെ ഇൻഹൗസ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പൊ ഈ 3 ദിവസവും നമ്മൾ ഫ്രീ ആയി വിടുമ്പോൾ ചായയും ബിസ്ക്കറ്റും അല്ലെങ്കിൽ ചായയും പപ്സും കഴിക്കാൻ വേണ്ടി നമ്മളെ വിടുമ്പോൾ അവർ നമ്മളെ നോട്ട് ചെയ്യുന്നുണ്ടാവും. അതായത് ഏത് വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ആളുകളുമായി പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ലാസ്റ്റ് ദിവസം എല്ലാവരെയും പരിചയപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരെയും ആ ക്യാമ്പിൽ അറിയാവുന്ന 60-70 പേരുള്ള ഒരു ക്യാമ്പിൽ 70 പേരുടെയും പേരും അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടും നമുക്ക് ഒരു മൈക്കിന് മുന്നിൽ വന്നു നിന്ന് ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന ആരാണ് ഒരു വാച്ച് ചെയ്യുന്നുണ്ടാവും. ഇത് അന്നും ഇന്നും എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്. റിക്രൂട്ട്മെന്റ് ഏജൻസികളും റിക്രൂട്ടർമാരും ഇന്റർവ്യൂ ബോർഡുകാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് ആളുകളുമായി നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, ആ ബിൽഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് എങ്ങനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു, ഹൗ യു കണക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഹൗ യു ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്സ് എന്നുള്ളത്. അത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു ഉദാഹരണം പറയാം. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരു പുതിയ സെക്യൂരിറ്റി ഓഫീസർ വന്നു. ഇദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ രാവിലെ ക്ലീനിങ് സ്റ്റാഫ്, അതായത് പാർട്ട് ടൈം സൂപ്പർമാരാണ് ക്യാമ്പസ് മുഴുവൻ അടിച്ച് വൃത്തിയാക്കുന്നത്. എല്ലാ ബിൽഡിങ്ങുകളിലും സെപ്പറേറ്റ് സൂപ്പർമാരുണ്ട്. റോഡ് അടിച്ച് വരാനും മുറ്റടിക്കാനൊക്കെ ആളുകളുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസർ ഇദ്ദേഹം എല്ലാവരുമായിട്ട് ഉടക്കായിരുന്നു. കാരണം ഇയാള് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയി വന്ന ഒരു ആളായതുകൊണ്ട്, ഇപ്പോഴത്തെ ആള് മിലിറ്ററിയിൽ നിന്ന് വന്ന ഒരാൾ തന്നെയാണ്, റിട്ടയർ ആയിട്ടുള്ള ആളാണ്. ഇങ്ങേര് എല്ലാവരെയും രാവിലെ വന്നിട്ട് ആ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന അതേ ചിട്ടയിൽ, കാരണം നമ്മുടെ ഇവിടെ ക്ലീനിങ് സ്റ്റാഫിൽ വരുന്നത് ആ പരിസര പ്രദേശത്തുള്ള സാധാരണ ആളുകളാണ് വരുന്നത്. ഈ പട്ടാള ചിട്ടയിൽ ഇയാൾ എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ആളുകൾക്ക് ഇയാളെ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നാൽ അയാൾ ആ എടുക്കുന്ന എഫേർട്ടിന് ഒരു 10% പോലും ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, അയാൾ മറ്റുള്ളവരുമായി നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിൽ ഭയങ്കര
പലരും ജോലി മര്യാദക്ക് ചെയ്യില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ആള് ഈസ് വെരി ഗുഡ് അറ്റ് ബിൽഡിംഗ് റിലേഷൻഷിപ്സ്. ഇദ്ദേഹം രാവിലെ എല്ലാവരെയും കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്ത് അവർക്ക് ഇന്ന ഡ്യൂട്ടികളാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അസൈൻ ചെയ്ത് കൊടുക്കും. വളരെ സൗമനസ്യത്തോടു കൂടി അവരോട് പെരുമാറും. എന്നാൽ ഇടപെടേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി ഇടപെടും. കർക്കശത്തോടെ പെരുമാറേണ്ട സമയത്ത് കൃത്യമായി കർക്കശത്തോടെ അദ്ദേഹം പെരുമാറും. ഇദ്ദേഹം വന്നതിന് ശേഷം ക്യാമ്പസ് കുറച്ചുകൂടി വൃത്തിയായി കിടക്കുന്നുണ്ട് രാവിലെ ഞാൻ ചെല്ലുമ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ ഇദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഒരു സമാധാനമുണ്ട്. അങ്ങനെ വേണം നമ്മൾ ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെ വൈബ് സെറ്റ്, വൈബാണ്, സോറി സിംഗും കഴിഞ്ഞപ്പോ ജെൻസിയുടെ പദം എന്ന് പറഞ്ഞാൽ വൈബാണ്. ഞാൻ വിട്ടുപോയി. താങ്ക് യു സഫീറ. സഫീറ കുറെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈബ് എന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പൊ നമുക്കിപ്പോ ഒരു ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ നമ്മുടെ ടീം സെറ്റാക്കി നമുക്ക് ഇഷ്ടമുള്ള ആളുകളൊപ്പം ഉള്ള നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു വൈബ് സെറ്റ് ആവാനുള്ള സാധനമുണ്ട്. ആ വൈബിനെ നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. എന്ന് കരുതി നിങ്ങളൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ കാണുന്ന എല്ലാവരെയും കെട്ടിപ്പിടിച്ച് മോനെ മോളെ സുഖമല്ലേ എന്ന് ചോദിക്കണം എന്നുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. അത് ശ്രദ്ധിക്കേണ്ടത് ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി നിങ്ങളെ വിടുമ്പോൾ ചുമ്മാ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ട് ഒരുത്തിയോ വന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വിടുന്നത്. അവർ ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആ ഗ്രൂപ്പുമായിട്ട് സിങ്ക് ആവുന്നു, വൈബ് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വൈബിനെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരുടെ വൈബിനെ നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ആ വൈബും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു വൈബ് ഡബിൾ വൈബ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് മാറുമോ അതോ അടിച്ചു പിരിയുമോ എന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് വീഡിയോകളിൽ ആ കാര്യം ശ്രദ്ധിക്കുക. സെറ്റ് യുവർ വൈബ്സ് പ്രോപ്പർലി ആൻഡ് അത് പോസിറ്റീവ് വൈബ്സ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, പലരും എന്നോട് ഇന്റർവ്യൂവിന് പോയിട്ട്, എൻ്റെ ഒരു കൂട്ടുകാരി ഏൺസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയി. അപ്പൊ ഇവർക്ക് ഞാൻ ഒരാഴ്ച ഇവളുമായി സംസാരിച്ച് ഈ പറഞ്ഞ പോലെ എല്ലാം ഓക്കെ ആയിട്ടാണ് വിട്ടത്. പക്ഷെ അവൾ അവിടെ ചെന്ന് ഇതിന്റെ കോർപ്പറേറ്റ് സെറ്റപ്പ് കണ്ടപ്പോൾ എന്തോ വീണ്ടും ഒരു ടെൻഷൻ വന്നു. ഇവള് പറയാണ്, അവര് ചോദിച്ച എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരം അറിയായിരുന്നു, പക്ഷെ പ്രോപ്പർ ആയിട്ട് ലിസൺ ചെയ്തില്ല എന്നുള്ളത്. നമ്മള് ഒരു കാര്യം റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇന്റർവ്യൂവിന് മുമ്പിൽ യു ഹാവ് ടു ലിസൺ പ്രോപ്പർലി. അത് സിവിൽ സർവീസിന്റെ ഒക്കെ വലിയ ഇന്റർവ്യൂസിന് പോകുന്ന ആളുകൾ പറയുന്ന കാര്യമാണ്. നമുക്ക് പല മറുപടികളും പല കാര്യങ്ങളും അതിനോട് പ്രതികരിക്കാനുണ്ടാവും. പക്ഷെ പറയാൻ ഉദ്ദേശിച്ച കാര്യം മാത്രം നമ്മുടെ പ്രതികരണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂവിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട്, വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ കീനായിട്ട്, ഷാർപ്പായിട്ട് ലിസൺ ചെയ്തതിന് ശേഷം മാത്രം ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. വിച്ച് മീൻസ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്ന കാര്യം ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻ ഇന്റർവ്യൂ ഓർ GD സെറ്റപ്പ്. അപ്പൊ അതുകൊണ്ട് ലിസണിങ് സ്കില്ല് വളരെ നന്നായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം, അവരിങ്ങനെ എന്തൊക്കെയോ പറയും, നമ്മളിങ്ങനെ വെറുതെ തലയാട്ടി കൊടുത്തിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഈ ആളെ എന്തിനു സംസാരിച്ചെന്നോ, എന്തിനു നമ്മൾ അരമണിക്കൂർ അയാളോടൊപ്പം സ്പെൻഡ് ചെയ്തെന്നോ ഇല്ലാത്ത അങ്ങനെ ആളുകളുണ്ട് ചിലപ്പോൾ. ചില ആളുകളോട് നമ്മൾ ചോദിക്കുന്നതിനായിരിക്കില്ല അവർ മറുപടി പറയുന്നത്. നമ്മൾ പറയുന്നതൊന്നും അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തിട്ട് അവരങ്ങ് പോകും. അതിന് മുമ്പോ ശേഷമോ എന്നുള്ളത് അവർക്ക് ഇല്ല. ഒരിക്കലും ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ അങ്ങനെ ചെന്നിരിക്കാതിരിക്കുക. മൈൻഡ് ബ്ലാങ്ക് ആയി പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ലിസൺ ചെയ്യുക. അതിൽ നിങ്ങൾക്കുള്ള ലീഡിങ് ലൈൻസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയിലെ ലീഡിങ് ലൈൻസ് പോലെ നിങ്ങളെ ലീഡ് ചെയ്യുന്ന ലൈൻസ് ഉണ്ടാവും, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യിക്കുന്ന ലൈൻസും ഉണ്ടാവും. ആ രണ്ട് ലൈനുകൾ എവിടെ വച്ച് എങ്ങോട്ട് തിരിയുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അത് ഒരു എന്താ പറയുന്നത്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സമയം ഇനി അധികമില്ല. നാളെ ഒരു സെഷനും കൂടി ഉണ്ട് നമുക്ക്. അതിലും നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്നത്തെ സെഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരു അടുത്ത 5-10 മിനിറ്റ് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇന്റർവ്യൂ സെറ്റപ്പിൽ പറയേണ്ട അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, വളരെ കാമായി ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് കരുതി ഞാൻ ആദ്യം പറഞ്ഞ പോലെ എത്തിക്സ് വിട്ട് പെരുമാറണമെന്നോ അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യേണ്ട സ്ഥലത്ത് ഡിസഗ്രി ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്, അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ വളരെ കറക്റ്റ് ആയിട്ട്
പക്ഷെ ഒറ്റ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത്, AC റൂമിൽ ഇരിക്കുമ്പോൾ നമ്മൾ സിനിമാ തിയേറ്ററിലേക്ക് നമ്മള് സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ എന്തുകൊണ്ടാണ് വീട്ടിലിരുന്ന് സിനിമ കാണുന്നതിനേക്കാൾ സ്വസ്ഥമായിട്ട് നമ്മൾ ഇരുന്ന് കാണുന്നത്? അത് എയർ കണ്ടീഷൻ ചെയ്ത് ശബ്ദങ്ങളൊക്കെ മ്യൂട്ട് ചെയ്ത് പോകുന്ന അക്വസ്റ്റിക്സ് പ്രോപ്പർ ആയിട്ടുള്ള റൂം ആയതുകൊണ്ടാണ്. പലപ്പോഴും എയർ കണ്ടീഷൻഡ് റൂമുകളിൽ ഇരിക്കുമ്പോൾ ആ ടെമ്പറേച്ചർ നമ്മുടെ മസ്തിഷ്കത്തെ ഒന്ന് തണുപ്പിച്ച് നിർത്തുന്ന കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റും. ഭയങ്കര ചൂടുള്ള ഒരു മെസ്സി എൻവയോൺമെന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും, ചൂട് വരും ഒക്കെ. ഇപ്പൊ ഡിസംബർ ആയതുകൊണ്ടാണ് ഒരു പക്ഷെ നിങ്ങൾ ഇത്രയെങ്കിലും സ്വസ്ഥമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന റൂമിൽ AC ഒന്നുമില്ല, ഫാനിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടി നമ്മളിങ്ങനെ അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഈ ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് കാം ആൻഡ് കമ്പോസ്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. അതിനെന്ത് ചെയ്യണം അറിയാമോ? അവസാന ബസ്സിന് ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കരുത്. ഈ സിനിമാ തിയേറ്ററിന്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, പലപ്പോഴും നമ്മൾ തിയേറ്ററിൽ പോകുന്നത് എന്തിനാണ്? ഒരു സിനിമയെ അതിന്റെ ഫുൾ സ്പെക്കിൽ, അതിന്റെ ഫുൾ ആസ്വാദന തലത്തിൽ നിന്നുകൊണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ എക്കോ സിനിമ കാണാൻ പോയപ്പോഴും ഞാൻ കാണുകയുണ്ടായി. സിനിമ തുടങ്ങി 15 മിനിറ്റ് കഴിയുമ്പോഴും ഡോറ് തുറന്ന ആളുകൾ കയറി വരുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ഈ കയറി വരുന്ന ആൾക്ക് ഈ ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഒന്നുകിൽ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു വിടും, അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിലെ ബുക്ക് ചെയ്യുന്നെങ്കിൽ അതിന്റെ ലേ ഔട്ട് അതിനകത്ത് ഉണ്ടാവും. ഏകദേശം ഒരു ധാരണ വേണ്ട എവിടെയാ സീറ്റ് എന്നുള്ളത്. ഇത് താഴേന്ന് മുതൽ മൊബൈലിൽ ടോർച്ചും കത്തിച്ച് പിടിച്ച് എല്ലാ വരികളും, ഒരു ചേട്ടൻ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ 3 വരിയാണ് അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേയറ്റം വരെ നടന്നത്. ഈ 3 വരിയിലും മിക്ക സീറ്റ് ഒക്കുപ്പൈഡ് ആണ്. എന്നാൽ സിനിമയ്ക്കാണ് വരുന്നത്. ഒരു 10 മിനിറ്റ് മുമ്പ് നേരത്തെ വരുവാണെങ്കിൽ നമ്മൾ ഈ മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിന് നമ്മൾ പാത്രമാവേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റർവ്യൂവിന് സമയത്തിന് ചെല്ലുക എന്നുള്ളത്. അതായത് 10 മണിക്കാണ് ഇന്റർവ്യൂ എങ്കിൽ ഒരു 9:45 വേണ്ട 9:30 ചെല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഓൺലൈൻ ഇന്റർവ്യൂ ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ മുമ്പ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ വൈഫൈ കണക്ഷൻ ഓക്കെ ആണ്, നിങ്ങളുടെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഫോണിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യും. ആവശ്യമുള്ള സാധനങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ. ഞാൻ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ അവര് യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ കയറിയിട്ട് ഒരു OTR വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഇത് ചെയ്യാൻ പറയുമ്പോൾ മാത്രം പിള്ളേർക്ക് അറിയില്ല. ബാക്കി നിങ്ങൾ എന്ത് സാധനവും കൊടുക്കും, അവരെ ഫോണിലിട്ട് ഒരു HD വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് പിള്ളേർ എഡിറ്റ് ചെയ്ത് തരും. പിള്ളേർക്ക് ഇങ്ങനെ തന്നെ പറയാറുണ്ട്, ഇതേ കാര്യം തന്നെ പറയാറുണ്ട്. പക്ഷെ അവനവന് വേണ്ട, അവനവന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പോർട്ടലിൽ കയറി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല. പരീക്ഷയുടെ ഗ്രേഡ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല. ബാക്കി എല്ലാത്തിനും നമുക്ക് നേരമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത്, ലാപ്ടോപ്പ് ആണെങ്കിലോ ഫോൺ ആണെങ്കിലോ കണക്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ക്യാമറയും നമ്മുടെ മൈക്ക് സംവിധാനങ്ങളും സ്പീക്കറും ഒക്കെ പ്രോപ്പറായിട്ട് കാലിബ്രേറ്റഡ് ആണോ എന്ന് നോക്കുക. ഓഫ്ലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ അവിടെ ചെന്ന് സെറ്റിലായി ഭക്ഷണമൊക്കെ കഴിച്ച് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ടിരിക്കുക. ഇന്റർവ്യൂവിന് പേര് വിളിക്കുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി അല്ലെങ്കിൽ ബൈക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ സെക്യൂരിറ്റിയെ ചീത്ത പറഞ്ഞ് കാറാണ് ഈ കാർ എവിടെയെങ്കിലും കൊണ്ട് ഉപയോഗിച്ചിട്ട് പോകുന്ന ഒരവസ്ഥ വരരുത്. ബി ഓൺ ടൈം, പങ്ക്ച്വൽ ആയിരിക്കുക എന്നുള്ളതാണ്. പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പങ്ക്ച്വാലിറ്റി ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു ഇന്റർവ്യൂവിൽ കാം ആൻഡ് കമ്പോസ്റ്റ് ആയിട്ട് പെരുമാറാൻ പറ്റും. കാരണം നമ്മൾ ചെന്ന് സെറ്റിലായി നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ അതെ ഫോൺ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് തിയേറ്ററിലുണ്ട്, തിയേറ്ററിൽ ഇതേ പ്രശ്നമുണ്ട്. ഈ തിയേറ്ററിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോഴും തിയേറ്ററുകളിൽ എഴുതി കാണിക്കും, പ്ലീസ് കീപ് യുവർ ഫോൺസ് ഓൺ സൈലന്റ് മോഡിൽ എഴുതി കാണിക്കും. എന്നാലും ഏറ്റവും ഓളിയത്തിൽ റിംഗർ ഓളിയം അതിന്റെ 100% ഇട്ടിട്ടും തിയേറ്ററിനകത്തിരിക്കുന്ന അത് DSCയുടെ പോലുള്ള പ്രേതപടങ്ങളാണെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ ആ എക്സ്ട്രീം സൈലൻസ് ആവശ്യപ്പെടുന്ന അവസ്ഥയിലായിരിക്കും ഈ ഫോൺ ബെല്ലടിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോൺ സൈലന്റ് ആക്കി വെക്കുക. അവിടെ ചെന്നതിന് ശേഷം സ്വസ്ഥമായിട്ട് കുറച്ചേരം ഇരിക്കുക, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫേസ് ഒക്കെ ഒന്ന് റെഡിയാക്കി സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു സംവിധാനത്തിൽ മാത്രമേ നമുക്ക് സ്റ്റേ കാം ആൻഡ് കമ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് നമുക്ക് നീതി പുലർത്താൻ പറ്റും. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കുക. കാം ആൻഡ് കമ്പോസ്റ്റ് അല്ലാതെ ബസ്സിൽ നിന്ന് നേരെ ഇറങ്ങി ചെന്ന് സാർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് കയറുന്ന ഇന്റർവ്യൂ നിങ്ങൾ നോക്കിപ്പോ നിങ്ങളുടെ പകുതി മനസ്സും ആ ബസ്സിലായിരിക്കും. ബസ്സിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായി ഇറങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂട്ടറിൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവില്ല. സ്കൂട്ടറിന് മുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താൻ തോന്നുന്നു. നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ
ഒരുപാട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിലും വലിയ അർത്ഥങ്ങളില്ല. ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അത് നാളെ നമുക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് എങ്ങനെ കറക്റ്റായിട്ട് മറുപടി പറയാമെന്നുള്ളതിനെ പറ്റിയിട്ടും നമുക്ക് കുറച്ച് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ നാളെ, അതിന് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇത്രയും പേരോട് ചോദ്യം ചോദിച്ച് മറുപടി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷെ കുറച്ച് പേരെങ്കിലും ഞാൻ കുറച്ച് ഒരു ട്രയലായിട്ട് നമുക്കത് ശരിക്കും ഞാൻ നിങ്ങളുടെ ജയദേവ് സാറിനോട് പറഞ്ഞിരുന്നു, ഇത് ശരിക്കും ഓഫ്ലൈൻ ആണ് ഇങ്ങനത്തെ സെഷൻ ചെയ്യേണ്ടത്. സാറ് ഒരു നിവൃത്തിയില്ല, കുട്ടികളെല്ലാവരും നാനാ ഭാഗത്താണ്, നമുക്ക് ഓഫ്ലൈൻ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യണ്ട, ഓൺലൈൻ തന്നെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നാളെ ഒരു മോക്കായിട്ട് 1-2 സെഷൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു 3-4 പേര് അതിനോട് സഹകരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾ ഡിസഗ്രി ചെയ്യേണ്ട ഒരു തലമാണെങ്കിൽ എങ്ങനെയാണ് ഡിസഗ്രി ചെയ്യുക, മുഷിച്ചിലുണ്ടാക്കാതെ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ചെയ്യുക. ഇന്റേൺഷിപ്പിന് പോകുന്നത് നല്ലതാണ്, ഹോസ്പിറ്റൽ എന്തായിരുന്നു അത് കമന്റ് നോക്കട്ടെ, അതിന് നല്ലതാണോന്ന് അറിയാൻ പറ്റും. ഹോസ്പിറ്റലിനെ നല്ലോണം അതെ. ഇന്റേൺഷിപ്പിന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും നിങ്ങൾ ഭാവിയിലൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത്. ഇപ്പോ ഞാൻ ജനിച്ചത് കോതമംഗലം മാർ ബസിലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ്. അവിടെയാണ് ഒരു വലിയ തൊഴിൽ സമരം നടന്നത്. നഴ്സുമാര് വി സച്ചിദാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്ന് അവിടെ ഇടപെട്ടാണ് പിന്നീട് അത് സോൾവ് ചെയ്തത്. ഒരു വലിയ തൊഴിൽ സമരം നടന്ന ഒരു ആശുപത്രിയാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥാപനങ്ങൾ നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഹോസ്പിറ്റൽ ആയതുകൊണ്ട്, നിങ്ങൾ ആ ഫീൽഡിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ജനറൽ ഒരു HR വർക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥാപനങ്ങളിലും പോയി അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞതാണ്, നിങ്ങൾ പോകുന്ന സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള ഒരു റിസർച്ച് നിങ്ങൾ നടത്തുക. അവരെ പറ്റിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, നമ്മൾ സ്പോൺസറിനെ പറ്റിയൊക്കെ നമ്മൾ ആദ്യം ഞാൻ അന്നേരം അഭിനയിച്ച ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ റിസർച്ച് നിങ്ങൾ നടത്തിയിട്ട് പോവുക എന്നുള്ളതാണ്. ടുമോറോ ഡ്രസ് കളർ ഇൻഫ്ലുവൻസ് ചെയ്യുമോ? കോൺവക്കേഷൻ സെറമണി ഡേയിൽ 1 hour വന്നാൽ ഡയറക്റ്റ് ഇന്ററാക്ടിങ് ക്ലാസ് നടത്തിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓഫ്ലൈൻ ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ടെൻഷൻ ഫ്രീ ആവുക. യെസ്, റെഡിയാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസീത മാമിനോടോ ജയദേവ് സാറിനോടോ പറയാം. കുഴപ്പമെന്ന് വെച്ചാൽ പറവൂരുള്ള നമ്മുടെ ഓഫീസിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. കോൺവക്കേഷൻ നടക്കുന്നത് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിലായിരിക്കുമല്ലോ അല്ലെ? അത് വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾക്ക് സജഷൻ ആയിട്ട് നിങ്ങളുടെ ഓർഗനൈസേഷനോട് പറയാവുന്നതാണ്. എനിക്കും ഇഷ്ടം ഇത് ഈ ലാപ്ടോപ്പിന് മുമ്പിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനുഷ്യരുമായി നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, അത് എന്റെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടിയ ഒരു ശീലമാണ്. ഇവർ രണ്ടുപേർക്കും ഒത്തിരി മനുഷ്യരുമായിട്ട് ഒരുപാട് റിലേഷൻസ് ഉള്ള, ഒത്തിരി നല്ല മനുഷ്യരുമായി ഇടപെടുന്ന. എന്റെ അമ്മ ടീച്ചറായിരുന്നു, ഫാദർ മരിച്ചുപോയി. ഫാദർ ഞാൻ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഈ എത്രയൊക്കെ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ശ്രമിച്ചാലും അതിനൊരു പരിധിയാണ്. അപ്പൊ ഓഡിറ്റോറിയം ആണെങ്കിൽ ഒരു വയർലെസ് മൈക്ക് കൂടി തന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. കൂടി നടന്ന ക്ലാസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അത് ഇന്റർവ്യൂവിൽ ഡ്രസ് കളർ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഒന്ന് പറയോ? ഡ്രസ് കളർ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇപ്പൊ ഗൂഗിളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ധരിക്കുന്നു എന്നുള്ളതൊക്കെ വിഷയമേ അല്ല. ഇനി ഡ്രസ് കോഡ് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ് കോഡ് പാലിക്കുക. അല്ലാതെ നിങ്ങൾ ഇടുന്ന വസ്ത്രം നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് മാന്യമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു എയർലൈനിലാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് ചെലുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക്, നമ്മൾ ഈ നാട്ടിൽ എക്സിക്യൂട്ടീവ് ലുക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിന് നിറം ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന നിറം തിന്നുന്നില്ല എന്ന് കരുതി ഒരുമാതിരി ഈ ഗാർഡൻ ടൈപ്പ് പൂവുള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന, അതായത് പാർട്ടി വെയർ ഇട്ട് നമ്മൾ ആരും, നമ്മുടെ രമേഷ് പിഷാരടി ആ സിനിമയില് അച്ഛൻ ഐശ്വര്യക്ക് എടുക്കുമ്പോ ഒരു ഷർവാണിയൊക്കെ ഇട്ടിട്ട് വരുന്ന ഒരു സീനില്ലേ, എനിക്കതാണ് ഓർമ്മ വരുന്നത്. അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോ ICUവിൽ നമ്മള് ഷർവാണി ഇട്ടിട്ടല്ലോ ചെല്ലുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ, അതായത് നമ്മളെ പ്രസന്റബിൾ ആയി. ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നത് ഇപ്പൊ ഈ നിറാന്ന് വിചാരിച്ചോ, ഈ റെഡ് നിറാന്ന് വിചാരിച്ചോ, ആ റെഡ് നിറത്തിലാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ അതില് ഇപ്പോ ചില ഗ്രാഫിറ്റി എഴുത്തുകളുള്ള ടീഷർട്ട് ഉണ്ടല്ലോ, ചിലതൊക്കെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോധം കിട്ടുമോ, അതുപോലത്തെ എഴുത്തുള്ളതാണ് ടീഷർട്ടുകളിലൊക്കെ. അത് മൈൻഡ് ചെയ്യാത്ത സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഡ്രസ് കോഡ് എപ്പോഴും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതിനെ നമ്മൾ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി, അല്ല നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനുള്ള ഒരു സാധനമായിട്ട് നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വസ്ഥമായി അവിടെ നമ്മളെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡിസിപ്ലിൻ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഭാഗമാണ് പ്രോപ്പറായി ഡ്രസ് ചെയ്യുക എന്നുള്ളത്. അത് ഈ സർക്കാർ ജോലികളിൽ മാത്രമാണ് ഡ്രസ് കോഡ് നിഷ്കർഷിക്കാത്തതുള്ളൂ.
ഏതാണ് പറഞ്ഞത്, മലയാള ഭാഷ ഉണ്ടെങ്കിൽ ലോകത്ത് ഏത് ഭാഷ പഠിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നിഷ്കർഷിക്കാത്തതുള്ളൂ. ബാക്കിയുള്ള ഏത് സംവിധാനത്തിൽ ചെന്നാലും, ഒരു ഹോട്ടലിൽ ചെന്നാലും, ഹോസ്പിറ്റാലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നാലും, ആശുപത്രി ചെന്നാലും എല്ലാവർക്കും പ്രോപ്പറായിട്ട് ഡ്രസ് കോഡ് ഉണ്ട്. അതുകൊണ്ട് ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് തന്നെയാണ്, അല്ലെങ്കിൽ അത് സംശയമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ പ്ലെയിൻ കളേഴ്സ്, സെൽഫ് പ്രിന്റ്, ഇതൊക്കെ നല്ലതായിരിക്കും. പ്ലെയിൻ കളേഴ്സിന്റെ ഒരു ആരാധകനാണ് ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു 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 അത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ് തെറ്റായിരിക്കാം. പക്ഷെ ഒരു അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു 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 പ്രൊഫഷണൽ എത്തിക്സിനോട് ചേർന്ന് നിൽക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളായതുകൊണ്ടാണ് പലപ്പോഴും കോർപ്പറേറ്റ് ട്രേഡർമാര് ഒരു ഓഷ്യൻ ബ്ലൂ അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പോകുന്നത്. എനിക്കുണ്ട് 2-3 ബ്ലൂ ഷർട്ട് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ക്ലാസ് എടുക്കാൻ ചെല്ലുന്നു, അവർ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് അതാണ്. അതായത് ഒരു ട്രെയിനർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനോട്, ആ ഒരു സർവീസിനോട് നീതി പുലർത്തുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രൈവർമാരെല്ലാം കാക്കിയിരിക്കുന്നത്? അപ്പൊ കാക്കി എന്ന് പറഞ്ഞാൽ അതിനൊരു എന്താ പറയുന്ന ഒരു എനർജി ഉണ്ട്, ഒരു അഭിമാനമുണ്ട്. ട്രാൻസ്പോർട്ട് സെക്ടറിൽ ഈ രാജ്യത്തിന്റെ ഹൈവേകളിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. മഹീന്ദ്രയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, സല്യൂട്ട് ദ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ രാജ്യത്ത് നമുക്കിങ്ങനെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തലങ്ങും വിലങ്ങും ഇന്ത്യയുടെ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് നിങ്ങളൊരു സല്യൂട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കാക്കി ഇട്ട ആളുകൾ, അതായത് അവരൊക്കെ സൂപ്പർ മോഡൽസ് ആണ്, പക്ഷെ അവർ കാക്കിയിൽ ഒന്ന് നിന്നിട്ട് സല്യൂട്ട് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, മഹീന്ദ്ര എന്ന് പറയുന്ന ട്രക്ക് മാനുഫാക്ചർ. ഞാനിപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞത് നമ്മൾക്ക് അത്രയും ഒരു ഇമ്പാക്ട് കിട്ടില്ല. അതാ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതുമല്ല, പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയർ പോസ്റ്റർ കൂടെ നോക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാണ്. അപ്പൊ ബിഹേവിയർ പോസ്റ്റർ ഒക്കെ നമുക്കൊരു കസേരയിൽ ഇരുത്തി ചെയ്യണമെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് തന്നെ പറ്റുള്ളൂ. ഇപ്പൊ ക്യാമറയിലൂടെ നമ്മൾ അത്ര ശ്രമിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ റെഡിയാണ്, ക്ലാസ് എടുക്കാൻ റെഡിയാണ്. നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ കോൺവെക്കേഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കോൺവെക്കേഷന്റെ അന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു സെഷൻ ഇതുപോലെ ചെയ്യാം. അത് കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഓർഗനൈസേഴ്സ് വിൽ ടേക്ക് നോട്ട് ഓഫ് ദാറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയി. അപ്പോ നാളെ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു മോക്ക് സെഷൻ ചെയ്ത് നോക്കാം. താങ്ക് യു എവരി വൺ ഫോർ ദിസ് മാസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഫോർ ദ വാല്യുബിൾ കമന്റ്സ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഓരോ സെഷനിൽ നിന്ന് നിങ്ങൾ ഇവോൾവ് ചെയ്യുന്ന പോലെ ഞാൻ ഇവോൾവ് ചെയ്യാണ്. പുതിയ ഓഡിയൻസ്, പുതിയ കമന്റ്സ്, പുതിയ കാര്യങ്ങൾ, ഇതെല്ലാം ഒത്തിരി നന്നായി നിങ്ങൾ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഓൺലൈൻ ആണെങ്കിലും ഇത്രയേറെ റെസ്പോൺസ് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്റ്റേ ഹാപ്പി, സുഖമായി കിടന്നുറങ്ങുക, ഒരു ടെൻഷനും വേണ്ട. എന്തായാലും നിങ്ങൾ പഠിച്ച ജോലിയിൽ നിന്ന് നമ്മളൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ സെറ്റിൽ ആവുകയുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. ഇതെല്ലാം അതിനുള്ള ചെറിയ ചവിട്ടുപടികളായി മാത്രം കാണുക. നമ്മുടെ ഫൈനൽ സെഷൻ നാളെയാണ്. നാളെ കാണാം. താങ്ക് യു എവരി വൺ. ഗുഡ് നൈറ്റ്.